ഞങ്ങളെ കുടുംബമായി വിളിച്ചതിന് പാസ്റ്റർ ഫിന്നിക്കും കുടുംബത്തിനും ഈ സഭയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. हमें कुटुंब तौर में बुलाया परमेश्वर के दास फिनी और सभी के लिए मैं धन्यवाद करती हूँ. ഞങ്ങൾക്ക് കുടുംബമായി പോയി ചെന്ന് ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ദേവദാസൻ ഇപ്പോഴും ജോലിയിലായതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. क्या आपके घर में प्रभु की शांति है? നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ ദൈവികമായ സമാധാനമുണ്ടോ? क्या हम अपने पति पत्नी के ऊपर चिल्लाने के ऊपर इतनी छोटी सी बात पर हम जय प्राप्त कर सकें? നമുക്ക് ഇപ്പോഴും ചെറിയ കാര്യങ്ങളിൽ ഭാര്യ ഭർത്താവിനിടയ്ക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളിലൊക്കെ ജയം പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? हम बहुत कुछ बोते हैं, लेकिन क्या हम उसका फल काट रहे हैं? आत्मिक रीति में हमारे जीवन में उसका हम फल क्या देख पा रहे हैं? നാം ഒരുപാട് വിതയ്ക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതിന്റെ ഫലം കൊയ്യുവാൻ സാധിക്കുന്നുണ്ടോ? ये समय है हमें अपने आप को अवलोकन करने का. ഈ സമയമാണ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കേണ്ടത്. God wants fruitfulness in our lives. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണത ആഗ്രഹിക്കുന്നുണ്ട്. उत्पत्ति का पहले अध्याय में पढ़ते 26वां वचन में कि क्या है कि परमेश्वर ने मनुष्य से कहा तुम फूलो फलो और पृथ्वी में भर जाओ. ജെനസിസ് 1 നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് നിങ്ങൾ പെരുകുവിൻ എന്നാണ് പറഞ്ഞത്. हमें फूलना है, हमें फलना है. फलवंतता परमेश्वर का एक क्या है ब्लेसिंग है हमारे लिए. ഫലം കൊണ്ടുവരണം, പെരുകണം, ഇതെല്ലാം കർത്താവിന്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. प्रभु की इच्छा है हमारे लिए. കർത്താവിന്റെ ആഗ്രഹമാണ് നമ്മോടുള്ള. हालेलुया. ഹല്ലേലൂയ. प्रभु चाहता कि इन दिनों में हम फलवंत होने पाए. കർത്താവ് ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ നാം ഫ്രൂട്ട്ഫുൾ ആയിരിക്കുക എന്നതാണ്. परमेश्वर कर सकता है वो. ആ ദൈവം കൊണ്ട് മാത്രമേ ചെയ്യുവാൻ സാധിക്കൂ. परमेश्वर के लिए कुछ भी असंभव नहीं है. ദൈവത്തിനൊന്നും അസാധ്യമല്ല. हो सकता है कि आपको लगता है ये साल कुछ नहीं मेरे जीवन में कुछ हो पाए प्रभु, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഈ വർഷം ഒന്നും നടന്നില്ല കർത്താവേ. लेकिन प्रभु आपके जीवन में वो बदल सकता है. പക്ഷേ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ സാധിക്കും. आने वाला समय एक फलवंतता का साल होने पाए. ഇനി വരുന്ന വർഷം ഒരു ഫ്രൂട്ട്ഫുൾ ഇയർ ആയി മാറട്ടെ. हालेलुया. ആമേൻ ആമേൻ. क्या प्रभु आपके जीवन में कर सकता है? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ സാധിക്കും. क्या आपको फलवंत बना सकता है? നിങ്ങളെ ഫലവന്താക്കുവാൻ പറ്റുമോ? ये प्रभु की इच्छा है आपके जीवन के ഈ लिए. ദൈവത്തിന്റെ ഇഷ്ടമാണ് നിങ്ങളുടെ वो ജീവിതത്തിൽ. प्रभु वो करेगा, उसको पूरा करेगा. എങ്കിൽ ദൈവം അത് ചെയ്യും. क्योंकि प्रभु कहता कि जो विश्वास करता है उसके लिए कुछ भी असंभव नहीं है. കാരണം വചനം പറയുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒന്നും അസാധ്യമല്ല. मत्ती 9:29 में यीशु ने किसी को कहा लेट इट बी डन अकॉर्डिंग टू योर फेथ. മാത്യു 9:26 പ്രകാരം ദൈവം പറയുകയാണ് നിങ്ങളുടെ വിശ്വാസം പ്രകാരം നിനക്ക് സംഭവിച്ചു. तुम्हारे विश्वास के अनुसार तुम्हारे लिए होने पाए. നിന്റെ വിശ്വാസം അനുസരിച്ച് നിനക്ക് ഇത് സംഭവിക്കട്ടെ. अगर आपको लगता है कि नहीं मैं बहुत ही गलत हूँ, मैं प्रभु मैं तो मैं सुधर नहीं सकता, मेरी जिंदगी में मैं बहुत बार गिर चुका हूँ, मैंने बहुत बार प्रण किया है, मैंने निर्णय लिया है, लेकिन मैं खड़ा नहीं हो पा रहा हूँ, नहीं हो पाएगा, ऐसा अगर आप सोच रहे तो ऐसा नहीं हो फिर नहीं हो पाएगा. നിങ്ങൾക്ക് തോന്നുവാ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, എൻ്റെ വിശ്വാസം നിലനിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. It will be done according to your faith. നിങ്ങൾ വിശ്വാസം നിങ്ങൾക്ക് അത് സംഭവിക്കും. लेकिन अगर आप विश्वास करते कि नहीं प्रभु मुझे दोबारा खड़ा करेगा, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് എന്നെ വീണ്ടും ഒന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തും. प्रभु मुझे दोबारा बलवंत करेगा, കർത്താവ് എന്നെ വീണ്ടും ഒന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തും. प्रभु मुझे फलवंत बनाएगा, കർത്താവ് എന്നെ ഫ്രൂട്ട്ഫുൾ ആക്കും. प्रभु मुझे आशीष का कारण बनाएगा. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കാരണമാക്കി प्रभु വെക്കും. आपके जीवन में ये सालों करने जा रहा है. കർത്താവ് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യുവാൻ പോകുകയാണ്. एक और बार हम विश्वास के साथ प्रभु के सामने आने पाए. ഒരിക്കൽ കൂടി നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. प्रभु आपके अवस्थाओं को बदल കർത്താവ് देगा. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. हालेलुया. Hallelujah. He's going to make you fruitful. നിങ്ങൾ അടുത്ത വർഷം ഫ്രൂട്ട്ഫുൾ ആയിരിക്കുക. हम देखते हैं जब याकूब यूसुफ को आशीष करते हैं, നമുക്കറിയാം യാക്കോബ് യോസേഫിനെ അനുഗ്രഹിക്കുമ്പോൾ यूसुफ कहता है, याकूब कहता है यूसुफ के बारे में, യാക്കോബ് യൂസഫിനെ പറ്റി ഇങ്ങനെ പറയുകയാണ്, Joseph is a fruitful vine planted by the streams of water. യോസഫ് ഒരു ഫലപ്രദമായ മുന്തിരിവള്ളി, ആശ്ചര്യത്ത് നട്ടിരിക്കുന്ന ഒരു ഫലപ്രദമായ മുന്തിരിവള്ളി. Amen. Amen. यूसुफ के बारे में याकूब ये भविष्यवाणी करता है. യോസഫിനെ പറ്റി യാക്കോബ് ഇപ്രകാരമുള്ള ഒരു പ്രവചനമാണ് നൽകുന്നത്. तभी यूसुफ के जीवन में कुछ हुआ नहीं था. അവന്റെ ജീവിതത്തിൽ ചില നന്മകൾ ഉണ്ടായിരുന്നു. Later on we see in his life, बाद में हम देखते उस समय तो नहीं था उसके जीवन में, അവന്റെ ജീവിതത്തിൽ അപ്പോഴൊന്നും ഇല്ലായിരുന്നു. बट लेटर ऑन हम बाद में हम देखते कि परमेश्वर उसको किस प्रकार उठाता है. പക്ഷെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് കർത്താവ് അവനെ എഴുന്നേൽപ്പിച്ചത്. यूसुफ वास्तव में एक फ्रूटफुल वाइन था.
യൂസഫ് വാസ്തവമായി ഒരു ഫലപ്രദമായ മുന്തിരിവള്ളിയായിരുന്നു. और हम पढ़ते हैं कि his branches are all over the walls. പിന്നെ നമുക്ക് കാണാം അവന്റെ ബ്രാഞ്ചസ് അത് ഇങ്ങനെ വൈഡ് സ്പ്രെഡ് ആകാൻ തുടങ്ങി. Yeah, उसके वचन में ऐसा ही लिखा है, his branches are all over the walls. അവന്റെ മുന്തിരിവള്ളിയുടെ ശിഖരങ്ങൾ അത് വളരുവാൻ തുടങ്ങി. Amen. So we see कैसा हम देखते हैं कि वो जो भविष्यवाणी था ആ ഒരു പ്രവചനം यूसुफ के जीवन में पूरा हुआ. യൂസഫിന്റെ ജീവിതത്തിൽ നിവർത്തീകരിച്ചു. यूसुफ है ना, अपने भाइयों के द्वारा उसको धोखा दिया गया. യൂസഫ് തന്റെ സഹോദരന്മാർ അവനെ ചതിച്ചതായിരുന്നു. शत्रु ने उसको कोशिश पूरी रीति से किया कि उसको नाश कर दे. ശത്രു പൂർണ്ണമായി ശ്രമിച്ചു അവനെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുവാൻ. लेकिन पर में यूसुफ उसके ऊपर एक वायदा पड़ा था പക്ഷേ യൂസഫിന് മുകളിൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ടായിരുന്നു. कि वो फ्रूटफुल वाइन बनेगा. അവൻ ഫലപ്രദമായ മുന്തിരിവള്ളിയാകും. उसकी ब्रांचेस दीवारों के ऊपर से वो स्प्रेड करेगा. അവന്റെ മുന്തിരിവള്ളിയുടെ ശിഖരങ്ങൾ അതിങ്ങനെ വിസ്താരമാകും, അതിങ്ങനെ പകരപ്പെടും. हालेलुया. ഹല്ലേലൂയ. इसलिए शत्रु ने जितना भी कोशिश किया അതുകൊണ്ട് പിശാച് എത്രമാത്രം ശ്രമിച്ചോ उसको कुआं में डाल दिया, അവനെ കിണറ്റിലിട്ടു. उसको पोतीफर में घर पे बंधुआई बना दिया, അവനെ പോത്തിഫറിന്റെ ഭവനത്തിൽ ഒരു കാരാഗൃഹത്തിലിട്ടു. उसके ऊपर बहुत सारे अत्याचार हुआ, അവന്റെ മുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. उसको जेल में डाल दिया അവനെ गया. കാരാഗൃഹത്തിൽ ഇട്ട് കഴിഞ്ഞു. एक के बाद एक प्रॉब्लम से गुजरने ഒന്ന് लगे. മാറി അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. लेकिन परमेश्वर का वायदा तब भी उसके ऊपर बड़ा था. പക്ഷേ അപ്പോഴും അവന്റെ ജീവിതത്തിൽ ആ വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ടായിരുന്നു. जोसेफ कभी गिव अप नहीं किया. യോസഫ് ഒരിക്കലും മടുത്തു പോയില്ല. जोसेफ जहां भी था वो विश्वास योग्य बना रहा. യോസഫ് എവിടേക്ക് നിന്നിരുന്നു അവിടെയൊക്കെ അവൻ വിശ്വാസയോഗ്യനായിരുന്നു. परमेश्वर ने उसको सही समय पे उठा दिया. കർത്താവ് അവനെ തക്ക സമയത്ത് ഉയർത്തി. हालेलुया. ഹല്ലേലൂയ. उसके his branches grow over the walls. हम पढ़ते हैं उसके दीवारों के ऊपर से उसके branches जाते हैं. ആ മതിലുകളുടെ മുകളിലൂടെയായിരുന്നു അവന്റെ ആ ബ്രാഞ്ചസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്. हम देखते हैं कई प्लांट्स जैसा बोगनविला और ऐसा कुछ प्लांट्स हम देखते हैं जैसा कि वो फेंसिंग जैसा करके बनाते हैं. നമുക്ക് ചില ചെടികൾ കാണാം ഫെൻസിംഗ് പോലെ ചെയ്തു വെക്കുന്നത്. लेकिन वो दीवार है, लेकिन दीवार से उस पार भी जाता है. അവിടെ ആ മതിൽ ഉണ്ട്, പക്ഷെ ആ മതിലിനെയും ക്രോസ് ചെയ്തുകൊണ്ട് അത് വളരുവാനിടയായി. और बाहर से जाने वाले सब के लिए बहुत एक सुंदर एक बात है. പുറത്തൂടി പോകുന്നവർക്കും അത് ഭയങ്കര ഒരു മനോഹരമായ ഒരു ലുക്കായിരിക്കും. आपके जीवन में हो सकता है कि दीवार सा कई सीमाएं आपने बांध के रखी है आपके जीवन में. നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില മതിലുകൾ, ചില ലിമിറ്റേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം, ബൗണ്ടറീസ് ഉണ്ടായിരിക്കാം. परमेश्वर कह रहा है 2026 सारे लिमिटेशंस को तोड़ के आगे बढ़ने वाला साल. പക്ഷേ 2026 സകല ലിമിറ്റേഷൻസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുന്നതായിരിക്കും. हर प्रकार के जो बंधन है या हर प्रकार के आपने जो सीमाएं बांधी है उससे बढ़ के प्रभु आपको इस्तेमाल करेगा. എല്ലാ വിധത്തിലുള്ള ബൗണ്ടറീസും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകലത്തെയും നിങ്ങൾ അതിനെ ക്രോസ് ചെയ്യുന്നതായിരിക്കും. आप कह रहे हैं मन में इससे ज्यादा कुछ नहीं कर सकता हूं मैं, നിങ്ങൾ ഓർക്കുമായിരിക്കും ഇതിന്റെ അപ്പുറം എനിക്ക് ഒന്നും ചെയ്യാൻ इससे പറ്റില്ല, ज्यादा मेरे जीवन में और कुछ होना नहीं है. ഇതിന്റെ അപ്പുറം എന്റെ ജീവിതത്തിൽ സംഭവിക്കാനില്ല. लेकिन परमेश्वर कह रहे तुम फ्रूटफुल हो. പക്ഷെ ദൈവം പറയുക നീ ഒരു ഫലവന്തമായ ഫ്രൂട്ട്ഫുൾ ആണ്. फ्रूटफुलनेस के लिए मैंने तुम्हें बुलाया है. ഞാൻ നിനക്ക് ഫലം കൊണ്ടുവരാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. तुम्हारा फ्रूटफुलनेस कुछ एक सीमा में नहीं रहेगा. നിന്റെ ഫ്രൂട്ട്ഫുൾ, നിന്റെ ഫലം അതൊരു ബൗണ്ടറിക്ക് അകത്ത് ഒതുങ്ങി നിൽക്കുകയില്ല. परमेश्वर आपको फ्रूटफुल बनाएगा ताकि आप अनेक लोगों के लिए आशीष का कारण बने. ദൈവം നിങ്ങളെ ഫ്രൂട്ട്ഫുൾ ആക്കും, കാരണം നിങ്ങൾ അനേകർക്ക് ഫലം കൊടുക്കേണ്ടതിന്. हो सकता है कि आपकी कलीसिया में ചിലപ്പോൾ നിങ്ങളുടെ സഭയ്ക്കുള്ളിൽ, या उससे बढ़कर आपके रिश्तेदारों के बीच में, ചിലപ്പോൾ അതിനപ്പുറമായി നിങ്ങളുടെ കുടുംബങ്ങളുടെ ഇടയ്ക്ക്, आपके शहर के लिए, നിങ്ങളുടെ പട്ടണത്തിന് വേണ്ടി, देश के लिए, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി, देशों के लिए രാജ്യങ്ങൾക്ക് വേണ്ടി आपको आशीष का कारण प्रभु बना सकता है. അനുഗ്രഹത്തിന്റെ കാരണമായി തീരും. क्योंकि हमारा परमेश्वर महान है. കാരണം നമ്മുടെ ദൈവം മഹാനായ ദൈവം. इसलिए नहीं कि हमारे अंदर कोई काबिलियत है, നമുക്ക് യോഗ്യതകൾ ഉള്ളത് കൊണ്ടൊന്നും, लेकिन हमारा परमेश्वर काबिल है. പക്ഷെ നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട്. हमारा परमेश्वर सामर्थी നമ്മുടെ है. ദൈവം ശക്തനായ ദൈവമാണ്. हालेलुया. ഹല്ലേലൂയ. लेकिन यूसुफ इसलिए वो फ्रूटफुल वाइन बना പക്ഷെ യോസഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളിയായ കാരണം, क्योंकि जहां पर वो गड़ा हुआ था ना वो जगह बहुत जरूरी है. കാരണം അവൻ നിൽക്കുന്ന ഇടം അത് ഭയങ്കര He ഇമ്പോർട്ടന്റ് was ആയ near the കാര്യമാണ്. springs of water. അവൻ നിന്നത് ആറ്റരികത്തായിരുന്നു. कहां पर था, कहां पर वो लगा हुआ है? എവിടെയാ അവൻ നട്ടിരുന്നത്, എവിടെയായിരുന്നു? सोता, पानी के सोता के करीब था. ആ വെള്ളത്തിന്റെ ഉറവിടത്തിന്റെ അടുത്തായിരുന്നു. है ना. पानी को कई बार हम पवित्र आत्मा या परमेश्वर के प्रेजेंस के साथ उपमा करते हैं. നമ്മൾ വെള്ളത്തെ പലപ്പോഴും പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ ആയിട്ട് കാണാറുണ്ട്. हमें परमेश्वर के करीब हमें बना रहना है. നാം ദൈവ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കണം. कल हमने सुना
ट्रम्पेट का जो मतलब है कि हम परमेश्वर के करीब आए. നാം ഇന്നലെ കേട്ടു ആ കാഹളം അതിന്റെ അർത്ഥം ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക എന്നുള്ളത്. हम प्रभु के करीब आके हम प्रभु के करीब अगर हम बना रहेंगे, നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ദൈവത്തിന്റെ അടുത്ത് തന്നെ നിലനിന്നാൽ सिर्फ आके जाना नहीं है, നിങ്ങൾക്ക് മാത്രമല്ല सिर्फ आना और जाना नहीं होगा. വന്നും പോയും നിൽക്കുക It is മാത്രമല്ല, not about just coming sometimes and going away. നിങ്ങൾ വരിക പിന്നെ അവിടുന്ന് പോകുക എന്നുള്ളത് മാത്രമല്ല, लेकिन आपको उस जगह में गड़ा है, आपको वहां पर बना रहना. You have to be planted in that place. പക്ഷെ നിങ്ങൾക്ക് ആ ദൈവസന്നിധിയിൽ ആ സ്ഥാനത്ത് അവിടെ തന്നെ നിൽക്കണം, നിലനിൽക്കണം. You have to have a consistent walk with the Lord. നിങ്ങൾക്ക് ദൈവമായി എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ഒരു പ്രസൻസ് ദൈവമായി ഉണ്ടായിരിക്കണം. हमेशा हमें है ना प्रभु की उपस्थिति में बना रहना है. എപ്പോഴും നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ തന്നെ നിലനിൽക്കണം. जब वैसा होगा അങ്ങനെ ആണെങ്കിൽ മാത്രം तब क्या होगा? तब हम फ्रूटफुल हो सकते हैं. അപ്പോഴാണ് നാം ഫ്രൂട്ട്ഫുൾ ആകുന്നത്. Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. He was planted by the rivers of water, the springs of water. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ആറ്റരികത്തായിരുന്നു അവൻ നട്ടിരുന്നത്. प्रभु हमारे साथ, प्रभु है हमारे लिए, ദൈവം ഉണ്ട് നമ്മുടെ കൂടെ. लेकिन हमें उसके पास जाना है. പക്ഷെ നമുക്ക് അവന്റെ അടുത്ത് പോകണം. The source है, लेकिन हमें सोर्स के पास जाना है. हमें वहां पर अपने आप को खड़ा करना है. ഉറവിടം ഉണ്ട്, പക്ഷെ നമുക്ക് ആ ഉറവിടത്തിനടുത്തേക്ക് ഒന്ന് ചെല്ലണം, അവിടെ തന്നെ ഒന്ന് നിലനിൽക്കണം. हालेलुया. ഹല്ലേലൂയ. इस साल हम प्रार्थना करें, प्रभु मुझे अनुग्रह दे कि मैं आपके साथ ही बना रहा हूं. നമുക്ക് ഈ വർഷം ഒന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ടാകണമേ, ഞാൻ നിന്റെ കൂടെ തന്നെ നിന്റെ ഒപ്പം ഒന്ന് നിലനിൽക്കുവാൻ. मैं आपसे कभी भी दूर ना जाऊं प्रभु. ഞാൻ ഒരിക്കൽ നിന്നെ വിട്ട് അകന്നു പോകാനിടയാകരുത്. शत्रु के हर एक जो भी चाल है मेरे, मैं उससे जो भी चाल आएगा, लेकिन तभी भी मैं आपके साथ विश्वास योग्यता से बना रहा हूं. പിശാച് എന്ത് തന്ത്രങ്ങൾ മെനഞ്ഞാലും കർത്താവേ ഞാൻ നിന്റെ കൂടെ തന്നെ ഒന്ന് നിൽക്കുവാൻ എന്നെ आपसे സഹായിക്കുമാറാകണമേ. मैं कभी भी दूर ना हट जाऊं ഞാൻ प्रभु. നിന്നിൽ നിന്ന് ഒരിക്കലും അകന്നു പോകുവാൻ അനുവദിക്കില്ലേ കർത്താവേ. मुझे मदद कर प्रभु, मैं आप में बना रहा हूं. എന്നെ സഹായിക്കുമാറാണ് കർത്താവേ, നിന്നോടൊപ്പം നിൽക്കുവാൻ. अगर आपके अंदर ये प्रार्थना आप दिल से कर रहे हैं, അങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ प्रभु आपको मदद करेगा कि आप उसके साथ बना रहे हैं. കർത്താവ് നിങ്ങളെ സഹായിക്കും അവന്റെ ഒപ്പം നിൽക്കുവാൻ. हालेलुया. ഹല്ലേലൂയ. 2026 में हमारा ग्राफ ऐसा नहीं होगा, हार्ट बीट के जैसा, कभी ऊपर कभी नीचे, कभी ऊपर कभी नीचे. कई लोगों का मसीह जीवन ऐसा है. 2026 നമ്മുടെ ഗ്രാഫ് ഹാർട്ട് ബീറ്റിനെ പോലെ മുകൾ താഴുകയും പൊങ്ങുകയും അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ പലവരുടെയും ജീവിതം അങ്ങനെയാണ്. मसीही जीवन ऐसा नहीं, हमें कंसिस्टेंट ग्रोथ होना है. ആമേൻ ആമേൻ. ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല, നമുക്കൊരു നിലനിൽപ്പുള്ള ഒരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം. वचन में हम पढ़ते हैं from glory to glory, വചനത്തിൽ വായിക്കുന്നത് പോലെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, from power to power, ശക്തിയിൽ നിന്ന് ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, from victory to victory. ജയത്തിൽ നിന്ന് ജയത്തിലേക്ക്. हालेलुया. ഹല്ലേലൂയ. तो वो हमारा प्रोग्रेशन हो जाए 2026 में. അങ്ങനെ നമ്മുടെ പ്രോഗ്രഷൻ 2026 നടക്കട്ടെ. हालेलुया. ഹല്ലേലൂയ. मैं विश्वास करता हूं अगर हम वैसा चलेंगे, ഞാൻ വിശ്വസിക്കുന്നു നാം അങ്ങനെ ഒന്ന് നടക്കുകയാണ് എങ്കിൽ आपको फ्रूटफुल होने से कोई शत्रु नहीं रोक सकता है. നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകുന്നതിന് ഒരു ശത്രുവിനും തടയുവാൻ സാധിക്കത്തില്ല. ऐसा फ्रूटफुल बनेंगे कि लोग दंग हो जाएंगे आपको देख के. അങ്ങനെ ഫ്രൂട്ട്ഫുൾ ആകും, ലോകം നിങ്ങളെ കണ്ട് അതിശയപ്പെടുന്നത് പോലെ. यूसुफ के भाई लोगों ने उसका मजाक उड़ाया, യോസഫിന്റെ സഹോദരന്മാർ അവനെ കളിയാക്കിയിരുന്നു. लेकिन एक समय आया यूसुफ के भाई लोग उसके सामने दंडवत किए. പക്ഷെ ഒരു സമയം വന്നു, എല്ലാവരും വന്ന് യോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്തി. आज हो सकता है कि कुछ लोग आपका मजाक उड़ा रहे हैं, ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ പലരും യോസഫിനെ പോലെ കളിയാക്കുന്നുണ്ടായിരിക്കും. लेकिन एक टाइम आएगा जब वो आपके सामने झुकेंगे. പക്ഷെ ഒരു സമയം വരും അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് वो മുട്ടുകുത്തും. कहेंगे सच में आपका परमेश्वर जीवित അവർ परमेश्वर. പറയും നിന്റെ ദൈവം ശരിക്കും ജീവിക്കുന്ന ദൈവമാണ്. हालेलुया. ഹല്ലേലൂയ. This morning I want to encourage you. ഞാൻ നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2026 में 2026 हम प्रभु के करीब हम आ जाए നാം ദൈവസന്നിധിക്ക് അടുത്തേക്ക് ഒന്ന് വരാം. और प्रभु के साथ हम बने रहे. നാം ദൈവത്തിന്റെ കൂടെ ഒന്ന് ആയിരിക്കാം. हम प्रभु से मांगे, अनुग्रह मांगे. നമുക്ക് ദൈവത്തോട് നമുക്ക് ആ കൃപ ഒന്ന് ചോദിക്കാം. प्रभु ये 2026 मेरे जीवन में अलग सा एक साल होने पाए प्रभु. കർത്താവേ ഈ 2026 എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ വർഷമാക്കി Let മാറ്റുമാറാകണമേ. it be a different year for me, Lord. ഒരു വ്യത്യസ്തമായ വർഷം, एक साल जहां पर मैं आपके करीब ही बना रहा हूं. ഒരു വർഷം ഞാൻ നിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു വർഷം. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. आइए हम प्रार्थना करेंगे, अपनी आंखों को बंद करें. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. हालेलुया. Thank you Jesus, thank you Jesus. हालेलुया.
प्रभु हम धन्यवाद करते हैं आपकी उपस्थिति के लिए इस जगह में। നിന്റെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. प्रभु हम धन्यवाद करते हैं कि आप ही हमें सामर्थ देने वाला परमेश्वर हैं। ഞങ്ങൾക്ക് ശക്തി നൽകുന്ന ദൈവത്തിനായി നന്ദി. आपका अनुग्रह हमारे लिए काफी है प्रभु। നിന്റെ കൃപ ഞങ്ങൾക്ക് മതി കർത്താവേ. प्रभु 2026 में हम जब प्रवेश करते हैं 1-2 दिन में, കർത്താവേ ഞങ്ങൾ കുറച്ച് 2 ദിവസങ്ങൾ കഴിയുമ്പോൾ 2026 പ്രവേശിക്കാൻ പോകുകയാണ്. 2025 से बढ़कर प्रभु 2026 में आपके साथ हम एक करीबी के रिश्ते में आ पाए। 2025 ഉപരിയായി 2026 കർത്താവേ ഞങ്ങൾ ഒന്നും കൂടി നിന്റെ അടുക്കലേക്ക് ഒന്ന് വരുമാറാകട്ടെ. हमें प्रभु विश्वास योग्य रहने के लिए मदद करे प्रभु। ഞങ്ങളെ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. हम आपसे दूर ना जाने पाए प्रभु। ഞാൻ നിന്നെ വിട്ട് ദൂരെ പോകാൻ അനുവദിക്കില്ല കർത്താവേ. चाहे जितने भी चैलेंजेस आए प्रभु हमारे എന്തൊക്കെ जीवन में, കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, यूसुफ के जीवन में बहुत सारे चैलेंजेस आए, യോസഫിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നു. उसकी जान तक जाने की चैलेंजेस आए प्रभु। അവന്റെ ജീവിതം വരെ പോകുമെന്നുള്ള രീതിയിലുള്ള ചാലഞ്ചസ് അവനെ നേരിടേണ്ടി लेकिन वो വന്നു. विश्वास योग्य हमेशा बना रहा प्रभु जी। പക്ഷെ അവൻ എപ്പോഴും വിശ്വാസയോഗ്യനായിരുന്നു. हमें मदद करके हम विश्वास योग्य बने रहे നമ്മെ സഹായിക്കണമേ കർത്താവേ എപ്പോഴും വിശ്വാസത്തിനായിരിക്കുവാൻ. प्रभु। एक और बार जब हम अपने जीवनों को अवलोकन करते हैं प्रभु, ഒരിക്കൽ കൂടി നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ हम देखते हैं कि बहुत सारे कमियां हमारे जीवन में हैं प्रभु। पिछले साल हम कई बार प्रभु हम अविश्वास योग्य रहे प्रभु। നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട് കർത്താവേ. പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി പോയിട്ടുണ്ട് प्रभु, लेकिन आने वाले साल में ऐसा नहीं, एक नए सामर्थ के साथ हम आगे बढ़ पाए കർത്താവേ. प्रभु। വരുന്ന വർഷം ഇങ്ങനെയല്ല, ഒരു പുതിയ ശക്തിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. हम जानते हैं परमेश्वर आप हमें प्रभु फलवंत बनाएंगे, ഞങ്ങൾക്കറിയാം കർത്താവേ നീ ഞങ്ങളെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ क्योंकि പോകുകയാ. आपकी इच्छा हमारे लिए वही है प्रभु जी। നിന്റെ ഇഷ്ടം ഞങ്ങളോടുള്ള അത് തന്നെയാണ് കർത്താവേ. हम प्रभु उस बातों पर विश्वास करते हैं ആ प्रभु। കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. प्रभु हम विश्वास योग्य बने रहेंगे इस साल। ഞങ്ങൾ ഈ വർഷം അപ്പ വിശ്വസ്തരായിരിക്കും. अब महिमा से महिमा में हम जाएंगे प्रभु മഹത്വത്തിൽ जी। നിന്ന് മഹത്വത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും. हम जय से जय में हम जाएंगे प्रभु जी। ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും. और प्रभु हम स्ट्रेंथ टू स्ट्रेंथ प्रभु हम जाएंगे ഞങ്ങൾ प्रभु। ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പ്രവേശിക്കും. ये 2026 हमारे जीवन में एक अलग साल होगा, हम विश्वास करते ഇത് हैं। 2026 ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ വർഷമായിരിക്കും എന്ന് ഞങ്ങൾ आपके വിശ്വസിക്കുന്നു. वायदे हमारे जीवन में पूर्तिकरण का साल होगा, हम विश्वास करते हैं प्रभु जी। നിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്ന ഒരു വർഷമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. धन्यवाद करते हैं प्रभु एक और बार। നന്ദി കർത്താവേ ഒരിക്കൽ കൂടി. धन्यवाद आपकी उपस्थिति के നന്ദി लिए। കർത്താവേ നിന്റെ സാന്നിധ്യത്തിനായി. आगे के समय भी आपके हाथों में सौंपते हैं, മുമ്പോട്ടുള്ള സമയങ്ങളും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. आप हमसे बातें करें നീ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. प्रभु यीशु के नाम से इस प्रार्थना को। യേശുവിൻ നാമത്തിൽ തന്നെ आमेन। ആമേൻ. God bless you all। प्रभु सबको आशीष करें। ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ, हालेलुया बोलो यीशु मसीह की जय. हालेलुया। प्रभु का धन्यवाद हो। Okay, since she's more comfortable in translating to Hindi, I'll speak in Malayalam. എനിക്കറിയാവുന്ന മലയാളത്തിൽ ഞാൻ സംസാരിക്കാം. मुझे जितना मलयालम मुझे पता है उसमें मैं बात करूंगी. ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയുള്ളവളാണ്. एक और बार परमेश्वर की उपस्थिति में आप सबके साथ यहाँ मौजूद होने में मैं बहुत ही खुशी में हूँ. ഞങ്ങളെ കുടുംബമായി വിളിച്ചതിന് പാസ്റ്റർ ഫിന്നിക്കും കുടുംബത്തിനും ഈ സഭയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. हमें कुटुंब तौर में बुलाया परमेश्वर के दास फिनी और सभी के लिए मैं धन्यवाद करती हूँ. ഞങ്ങൾക്ക് കുടുംബമായി പോയി ചെന്ന് ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ദേവദാസൻ ഇപ്പോഴും ജോലിയിലായതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. हम जैसे चाहते हैं वैसे हम ट्रैवल नहीं कर पा रहे क्योंकि परमेश्वर के दास को वर्क रिलेटेड है. इसकी वजह से उतना ट्रैवल हम नहीं कर पा रहे साथ में. പക്ഷേ വേഗത്തിൽ ആ ജോലി വിടുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. मैं विश्वास करती हूँ कि बहुत जल्दी वो काम छोड़ेंगे. और അടുത്ത വർഷം മുതൽ ഞങ്ങൾ ഒരുമിച്ച് ദേശങ്ങൾ യാത്ര ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करती हूँ कि आने वाले दिनों में अगले साल से हम देशों वापस यात्रा करेंगे करके. പക്ഷെ ദൈവം ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി ആണ് ദേവദാസനെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചേക്കുന്നതും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. मैं ये भी विश्वास करती हूँ
हूँ कि पूरे जो परमेश्वर के दास को उस इंस्टीट्यूट में परमेश्वर ने एक खास तौर पर रखा है. അത് ഇന്ത്യയിലെ ടോപ്പ് സ്കൂളിൽ ഒരു സ്കൂളാണ്. वो एक इंडिया में टॉप स्कूल में से एक स्कूल है. അത് ഇന്ത്യ ടുഡേ ആണ് അതിനെ റൺ ചെയ്യുന്നത്. इंडियन टुडे उनको रन कर रहा है. അപ്പം വലിയ വലിയ എന്തോ പറയുന്നേ കമ്പനിയുടെ ഹെഡ്സ് അല്ലെ ഞാൻ ദേശത്തിലെ വലിയ വലിയ ആൾക്കാരുടെ മക്കളാണ് അവിടെ പഠിക്കുന്നത്. वहाँ जो बड़े बड़े कंपनीज के हेड्स के बच्चे लोग वहाँ पढ़ाई कर रहे हैं. മിനിസ്റ്ററിന്റെ പിള്ളേരുണ്ട്, मिनिस्टर के बच्चे हैं കൊച്ചുമക്കളുണ്ട്. वहाँ. उनके पोते पोती है. അപ്പം അങ്ങനത്തെ അപ്പം അവരുടെ പേരൻസുമായിട്ടും വർത്താനം പറയാനും പലപ്പോഴും അവർക്ക് വിറ്റ്നസ് ചെയ്യാനായിട്ട് അനേക അവസരങ്ങൾ ദൈവദാസന് ദൈവം നൽകിയിട്ടുണ്ട്. उनसे बात करने के लिए, उनके साथ रहने के लिए सब परमेश्वर के दास को ऐसे एक मौका मिला. പിന്നെ ഒരു മീഡിയ ഗ്രൂപ്പാണിത്. एक मीडिया ग्रुप है ये. അപ്പം അങ്ങനെയുള്ളവരുടെ ഈ ക്രിസ്മസിലും സുവിശേഷം അറിയിക്കുവാൻ ദൈവദാസനെ ഉപയോഗിച്ചു. क्रिसमस के समय में भी सुसमाचार बताने के लिए परमेश्वर के दास को वहाँ उपयोग किया. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്കും ഒരു 8 വർഷത്തോളം ജോലി ചെയ്യുവാൻ ദൈവം എനിക്കും കൃപ നൽകി. वही इंस्टीट्यूट में मुझे 8 साल वहाँ काम करने के लिए परमेश्वर ने सहायता किया. പലരോടും സുവിശേഷം അറിയിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ അനേകരുടെ രോഗത്തിൻ്റെ വിടുതലിനും ക്യാൻസർ ജേസ പേഷ്യൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും ദൈവം അവരെ മരണത്തിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ ദൈവം അടിനെ ഉപയോഗിച്ചു. बहुत सारे लोग को सुसमाचार बताने के लिए और ऐसे रोग जैसे कैंसर, उन सभी लोग को परमेश्वर ने छुटकारा दिया हमारे द्वारा. ഹല്ലേലൂയ हालेलुया. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ വെച്ചേക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. परमेश्वर ने हमें जहाँ रखा है उसका एक बड़ा उद्देश्य है. ചിലവരെ ജോലി വിട്ട് ദൈവം സുവിശേഷ വേല ചെയ്യിപ്പിക്കും. किसी लोग को परमेश्वर काम छोड़कर सेवकाई में निकालता है. ചിലവരെ ദൈവം ജോലിയിൽ നിർത്തി ദൈവം ഒരു വലിയ വിറ്റ്നസ് ആക്കി തീർക്കും. किसी लोग को परमेश्वर जो है काम में रखकर सेवकाई में निकालता है. അപ്പൊ ദൈവം നമ്മളെ എന്തിനു വേണ്ടിയാ വിളിച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കി എല്ലാരും ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യല്. പക്ഷെ നമുക്ക് വേണ്ടി ദൈവം എന്തുവാ കണ്ടുവച്ചേക്കുന്നേ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ വിളി അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. जो परमेश्वर हमारे लिए रखा है उसके हिसाब से हमें आगे बढ़ना है, ना ही कि ये कर रहे वो करे उसको देखकर हमें हमें नकल करने की जरूरत नहीं है. जो परमेश्वर ने हमारे लिए रखा है वो समझकर उसके हिसाब से हमें आगे बढ़ना है. സോ അങ്ങനെ ഈവൻ ദോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി നാൾ മുന്നേ തന്നെ ദേവദാസൻ ജോലി വിടാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ എന്ന് തീരുമാനിച്ചോ, എന്ന് രാവിലെ ഞങ്ങൾ തീരുമാനിച്ചോ, അന്ന് രാത്രി ഒരു പ്രവാചകിയെ വിട്ട് പറഞ്ഞു ജോലി വിടല്ലെന്ന്. जब भी हमने ये डिसीजन लिया कि काम छोड़ना है, तभी एक जो परमेश्वर के दासी के द्वारा भविष्यवाणी हुई कि आपको काम नहीं छोड़ना है करके. ഞങ്ങൾക്ക് കൃപയാൽ ഒരു സഭ സ്ഥാപിക്കുവാൻ ദൈവം ഇടയാക്കി. परमेश्वर के अनुग्रह के द्वारा हम एक सभा को स्थापित किए. ദൈവമാണ് സ്ഥാപിക്കുന്നത്. परमेश्वर ने स्थापित किया. പക്ഷെ ഞങ്ങളെ ഉപയോഗിച്ചു ദൈവം. पर हमें उपयोग किया परमेश्वर. അപ്പോൾ അതുകൊണ്ട് ജോലിയുടെ കൂടെ ഒരു ചർച്ചിനെ നയിക്കുവാൻ ഇറ്റ്സ് നോട്ട് ഈസി. एक जो काम के साथ एक सभा को चलाना वो एक आसान बात नहीं है. പക്ഷെ കൃപയാൽ ഞങ്ങളുടെ അവിടെ ചില ബ്രാഞ്ചസും ഉണ്ട്. ഞങ്ങൾക്ക് 5 ബ്രാഞ്ച് ഉണ്ട്. हमारे पास 5 ब्रांचेस भी है. പക്ഷെ ഞങ്ങളുടെ ഫുൾ ചർച്ചിൽ ഒരാൾ പോലും ഫുൾ ടൈം ഇല്ല. हमारे चर्च में जो है एक भी जन फुल टाइम मिनिस्ट्री में नहीं है. 5 ബ്രാഞ്ചസും ജോലി ചെയ്യുന്നവരാണ് നടത്തുന്നത്. जो 5 चर्चेस भी जो चला रहे वो काम करने के साथ ही सेवकाई कर रहे हैं. അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ ജോലിയോടെ കൂടെ നമുക്ക് സുവിശേഷ വേല ചെയ്യാമെന്നുള്ള ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുവാൻ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ ഉപയോഗിച്ചു. हमारे कुटुंब को एक एग्जाम्पल के तौर पे सेट किया कि जो काम के साथ भी सेवकाई कर सकते हैं. അതുകൊണ്ട് ആർക്കും എക്സ്ക്യൂസ് ഇല്ല ഞങ്ങൾ ജോലിക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവവേല ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ഒരു എക്സ്ക്യൂസ് ഞങ്ങളെ കണ്ടുകൊണ്ട് അവർക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. इसलिए कोई भी हमें देख के ये नहीं कह सकता, ये एक्सक्यूज नहीं दे सकता कि काम के द्वारा काम के साथ सेवकाई नहीं कर सकते करके. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അങ്ങനെ എൻകറേജ് ചെയ്യുന്നത്. इसलिए हम हमारे बच्चों को भी वैसे ही ഞങ്ങളുടെ encourage कर रहे हैं. മൂത്തവൻ കോളേജ് കഴിഞ്ഞിട്ട് പൂർണ്ണ സുവിശേഷയ്ക്ക് വിലയ്ക്ക് വേണ്ടി അവൻ അങ്ങ് സമർപ്പിച്ചു. അവൻ അങ്ങനെ വിളിയൊന്നും ഉണ്ടായില്ല, പക്ഷെ അവൻ ഒരു ആഗ്രഹം അവൻ അങ്ങ് സമർപ്പിച്ചു. हमारे जो बड़े बेटा है उन्होंने सेवकाई के लिए अपने आप को
समर्पण किया, പക്ഷെ ആ സമയത്ത് കോവിഡ് ആയിരുന്നു, पर वो समय में कोविड था, തുടങ്ങിയ സമയം. वो शुरुआत होने के समय थी. അപ്പൊ ഞങ്ങൾ അവനെ എൻകറേജ് ചെയ്ത്, മോനെ ഇപ്പൊ ഒരു ബൈബിൾ കോളേജും തുറന്നിട്ടിട്ടില്ല, എല്ലാം അടച്ചിട്ടേക്കോ, പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പോലും നമുക്കിപ്പം പറ്റുന്നില്ല. तो हमने ऐसा कहा कि अभी बाइबल कॉलेज सब बंद है, अभी तुम बाहर जाके कुछ कर भी नहीं सकते हो. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, എന്തേലും വീട്ടിലിരുന്നുള്ള ഒരു തൽക്കാലം ഒരു ജോലി നീ അന്വേഷിക്കാൻ പറഞ്ഞു. तो हमने कहा कि एक टेम्पररी एक जॉब आप ढूंढो करके. വർക്ക് ഫ്രം ഹോം, ഫൈൻഡ് ഔട്ട് സം മിനിസ്ട്രി റിലേറ്റഡ് ജോബ് ചെയ്യാൻ പറഞ്ഞു. हमने कहा कि कुछ सेवकाई से बंधक एक जॉब करने के लिए. കൃപയാൽ അവന് ഒരു ബൈബിൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുവാനും ഒരു കമ്പനിയിൽ അവന് കയറുവാൻ, ക്രിസ്ത്യൻ കമ്പനിയിൽ കയറുവാൻ ദൈവം വഴി ഒരുക്കി. ऐसा एक क्रिश्चियन कंपनी बाइबल प्रोजेक्ट करके उसमें उनको जुड़ने के लिए परमेश्वर ने सहायता അവനൊരു किया. ഗ്രാഫിക് ഡിസൈനർ ആണ്. वो एक ग्राफिक डिजाइनर है. അപ്പൊ ഇപ്പൊ അവന് അന്ന് തൊട്ട് ഇന്ന് വരെ ബൈബിൾ ട്രാൻസ്ലേഷനില് ബൈബിൾ പ്രോജക്റ്റില് അങ്ങനെ ഗ്രാഫിക് ഡിസൈനറായിട്ട് അവൻ ഇന്ന് വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. अभी तक वो जो है ट्रांसलेशन रिलेटेड बाइबल प्रोजेक्ट में वो ग्राफिक डिजाइन के तौर में काम कर रहे हैं. അപ്പൊ കുറച്ച് കാശും കൈ കിട്ടുന്നുണ്ട്, तो पैसे भी मिल रहे പക്ഷെ हैं, കർത്താവിന് വേണ്ടി അവന് വേലയും ചെയ്യാൻ पर പറ്റുന്നുണ്ട്. परमेश्वर के लिए वो सेवकाई भी कर पा रहे നല്ലൊരു हैं. വർഷിപ്പ് ലീഡറാണ്. अच्छे एक आराधक है वो. എന്നിട്ട് ഒരു അനേകരെ ട്രെയിൻ ചെയ്യുവാനും ദൈവം അവനെ ഉപയോഗിച്ചു. कहीं लोग को ट्रेन करके लेकर आने के लिए भी परमेश्वर ने उनको അനേകരെ उपयोग ഇൻസ്ട്രുമെന്റ്സ് किया. പഠിപ്പിക്കാൻ ദൈവം അവനെ ഉപയോഗിച്ചു. बहुत लोग को इंस्ट्रूमेंट सिखाने के लिए उनको उपयोग അപ്പൊ किया. അവന്റെ കർത്താവിന് വേണ്ടി കർത്താവിനെ സേവിക്കണം എന്നുള്ള ആഗ്രഹവും അതുപോലെ ജോലിയുടെ കൂടെ തന്നെ ഇതെല്ലാം ചെയ്യുവാൻ ദൈവം അവന് ഭയങ്കര ഫേവറും ഭയങ്കര ഫ്രീഡവും അവന് നൽകിയിട്ടുണ്ട്. परमेश्वर की सेवकाई करने का एक इच्छा भी था उनके पास, और उनको जॉब के लिए भी एक राह खोला. ये सब करने के लिए परमेश्वर ने उनको सहायता की. अनुग्रह भी दिया, फेवर भी दिया और ഫ്രീഡം और ആസാദി भी उसके नौकरी में उसको मिला हुआ है. എപ്പം വേണേലും അവന് നേരത്തെ ഇറങ്ങി വരാം, എൻ്റെ കൂടെ എവിടെയെങ്കിലും മിനിസ്ട്രിക്ക് വേണ്ടി പോകാൻ പറ്റും. അങ്ങനെയൊക്കെ ചർച്ചിൻ്റെ എന്ത് കാര്യക്കും വേണമെങ്കിൽ ലേറ്റ് ആയിട്ട് പോകാം, നേരത്തെ വരാം, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യവും അവന് കിട്ടിയിട്ടുണ്ട്. इसलिए उनको आज़ादी भी मिली है, मेरे साथ कहीं भी जाने के लिए, सेवकाई में जाने के लिए लेट से जा सकते हैं, जल्दी जा सकते हैं, ऐसी एक आज़ादी उनको मिली है. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. मुझे नहीं पता मैंने ये क्यों बोला. മേ ബി സംബഡി നീഡ്സ് ഇറ്റ്. शायद किसी को ये ज़रूरत है. ചിലപ്പം ചിലവർക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടായിരിക്കും. अगर किसी लोग को परमेश्वर के लिए कुछ करना है, ऐसा है, അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങ് ഒരു എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. इसलिए सभी लोग जो कर रहे हैं ऐसा हमें करने की जरूरत नहीं പക്ഷെ है. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഡയറക്ഷൻ നൽകുവാണെങ്കിൽ എല്ലാം വിട്ടേച്ചിറങ്ങണം. पर पवित्र आत्मा अगर आपको कह रही है तो सभी चीजों को छोड़कर आपको പക്ഷെ निकलना है. അങ്ങനെ ഒരു പ്രത്യേക നിയോഗം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, अगर आपको वो खास तौर पर वो योजना नहीं പക്ഷെ मिल रही എന്നാലും है तो, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. पर फिर भी आपको परमेश्वर के लिए कुछ करना അപ്പൊ है. നിങ്ങളെ ജോലിയോട് കൂടി ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. परमेश्वर आपको काम के साथ ही साथ सेवकाई के लिए राह खोलेगा. അല്പത്തിൽ വിശ്വസ്തത കാണിച്ചാ മതി. कुछ कम छोटे बात में आप विश्वास योग्य रहिए. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം വലിയ വലിയ വഴികൾ തുറന്ന് ദൈവം അധികത്തിൽ നിങ്ങളെ വിചാരനാക്കും. आगे बढ़ोगे तब परमेश्वर राह खोलकर और बड़े बड़े चीजों में परमेश्वर आपको स्थापित പിന്നെ करेगा. വിടാനും പറയുന്ന ഒരു സമയം വരും. फिर सब छोड़ने के लिए भी एक समय है. ഹല്ലേലൂയ. ബിക്കോസ് ഞാൻ മറ്റുള്ള സൈഡും കണ്ടിട്ടുണ്ട്. मैंने दूसरा साइड भी देखा है. എല്ലാം വിട്ടേച്ച് सभी चीज को छोड़कर ചുമ്മാ കുത്തിയിരിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. सिर्फ ऐसे ही बैठने वाले लोग, പിന്നെ ഡിപ്രഷനിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. फिर वो डिप्रेशन में चले जाते हैं. ഞങ്ങളുടെ തന്നെ ഒരു കൂട്ടുകാരൻ അങ്ങനായിരുന്നു. हमारा ही ऐसा एक दोस्त है. സോ അതുകൊണ്ട് അങ്ങനായി പോവാതിരിക്കാൻ വേണ്ടി ചിലപ്പം ചിലവർക്കൊരു കൗൺസിൽ ദൈവം അങ്ങ് നൽകുമായിരിക്കും. इसीलिए ऐसा ना जाने के लिए परमेश्वर काउंसिल देगा. Do whatever you do according to the direction of the Lord. जो कुछ आप कर रहे हो वो परमेश्वर की एक योजना के हिसाब से करो. So just ഈ ഒരു മെസ്സേജ് I want to give across. ജോലിയുടെ കൂടെ നമുക്ക് കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ സാധ്യമാണ്. आप काम के साथ ही साथ परमेश्वर के लिए आप कुछ कर भी सकते हो. ലോഡ് കൂടി വരുമ്പോൾ അങ്ങ് വിട്ടോണം. जब लोड बढ़ जाएगा तब आपको छोड़ देना है. രണ്ടും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അങ്ങ് വിട്ടോണം. जब दोनों चीज नहीं हो पा रही है तब छोड़ देना അപ്പൊ है. എന്തേലും വിട്ടാ ചെയ്യാൻ എന്തേലും കയ്യിലും ഉണ്ട് ചെയ്യാൻ. तो जब आप छोड़ रहे हो कुछ तब आपके हाथ में कुछ करने के लिए भी है. ആമേൻ. आमेन. ആരും തെറ്റിദ്ധരിക്കല് ഞാൻ പറഞ്ഞതിന്റെ ഞാൻ പറയുന്നത്. मैं जो बोल रही हूँ उसको आप गलत मत लो. സാധാരണക്കാര് ഇപ്പൊ ഇനി അടുത്ത കപ്പിൾ വരാൻ പോകുന്നത്, നിങ്ങളോട് ശുശ്രൂഷിക്കാൻ പോകാൻ വരുന്ന കപ്പിൾ,
अभी जो अगला आपके बीच में सेवकाई करने वाला कपल, അവരൊക്കെ വലിയ വലിയ ജോലി വിദേശത്തെ വിട്ടിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിയവരാ. बहुत बड़े बड़े जो जॉब उन्होंने छोड़कर विदेश से छोड़कर वो निकले हुए हैं. പക്ഷെ ദൈവം അവർക്ക് ഡയറക്ഷൻ കൊടുത്തതുകൊണ്ട്, परमेश्वर ने उनको डायरेक्शन दिया, इसके लिए ക്ലിയർ ഡയറക്ഷൻ കൊടുത്തു. क्लियर डायरेक्शन दिया. ആൻഡ് അവരുടെ വേല കണ്ട് നമുക്കറിയാം ദൈവം അവരെ വിളിച്ചിറക്കി എന്നുള്ളത്. उनका सेवकाई देखकर हम ये यकीन मान सकते हैं कि परमेश्वर ने उनको ഇപ്പൊ बुलाया നമ്മൾ है. കേട്ടതുപോലെ they are fruitful. हमने जैसे सुना अभी वो फलवंत है, വിട്ടേച്ച് ചുമ്മാ ഇരിക്കാനല്ല. बस छोड़कर ऐसे ही बैठने के लिए You नहीं. have a waiting period definitely. आपको एक इंतजार करने के लिए एक समय है, एक वो preparation time, ഒരു preparation time ഉണ്ട്. एक प्रेपरेशन टाइम है. I am not talking about that. मैं उसकी बात नहीं कर रही हूँ, പക്ഷെ അനേകര് വെറുതെ ഇരിക്കുന്നവരുണ്ട്. पर बहुत लोग हैं जो ऐसे ही बैठ रहे हैं. അതുകൊണ്ട് इसके लिए അതുകൊണ്ട് ദൈവം പറയുന്ന പ്രകാരം നമുക്ക് ഓരോ ചവിടുകൾ മുന്നോട്ട് വെക്കാം. परमेश्वर जैसे कह रहा है वैसे एक एक जो कदम आगे बढ़ाएंगे. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. So this is ഇത് ഒടുവിലത്തെ ഒരു കമ്പൈൻ സെഷൻ ആണല്ലോ. ये जो लास्ट एक कंबाइन सेशन है ഈ हमारा, സെഷൻ ഇച്ചിരി ഡിഫറെന്റ് ആയിരിക്കും. ये सेशन जो है थोड़ा अलग होने वाला है. ടോപ്പിക് ബേസ്ഡ് അല്ല, തീം ബേസ്ഡ് അല്ല. ये टॉपिक या थीम बेस्ड नहीं है. ഞാൻ ദൈവം എന്നെ ഇതിന് നിയോഗം നൽകുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമായിരുന്നു. मैं सोच रही थी परमेश्वर ये मुझे एक गाइडेंस देगा कि नहीं. പക്ഷെ ഇന്നലെ ദേവദാസനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം, ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പം ദേവദാസൻ ചില കാര്യങ്ങൾ പറയാനിടയായി. परमेश्वर के दास के साथ जब हम बैठ के खाना खा रहे थे, तब परमेश्वर के दास ने हमसे कुछ कहा. നിങ്ങൾ സഭയായിട്ട് ദൈവം നിങ്ങൾക്ക് നിയോഗം തന്നനുസരിച്ച് നിങ്ങൾ ദേശത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ട് ദേവദാസൻ പറഞ്ഞു. सभा के रूप में, कलीसिया के रूप में आप लोगों ने जैसे परमेश्वर के दास को दर्शन दिया कुछ समय पहले, आप लोगों ने कलीसिया के रूप में 7 दिन आप लोगों ने प्रार्थना किया. प्रभु के दास ने हमें बताया कल. ओके, हाँ, हिंदी तो मैंने बोल दिया. ओके, सो तो അന്നേരം എൻ്റെ ഹൃദയത്തിൽ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറണമെന്ന് ദൈവം ക്ലിയർ ആയിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ. इसके लिए तब परमेश्वर ने मेरे हृदय में डाला कि ये संदेश जो है आपके बीच में ये पहुंचाना है. അതുകൊണ്ട് ഇന്ന് ആ സന്ദേശം നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. इसके लिए वो संदेश जो है आपके हाथ में मैं देना चाहती ഇതൊരു हूँ. പ്രോഫറ്റിക് മെസ്സേജ് ആണ്. ये एक प्रॉफिटिक मैसेज है. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ इसके लिए ये सुनने के समय ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മേൽ ഇനി വലിയൊരു ഉത്തരവാദിത്തം വരാൻ പോകുവാണ്. एक बात जो है आपके ऊपर बहुत ही बड़ी जिम्मेदारी आने You वाली are है. going to be responsible, for a rightful response after this message is delivered to you this morning. आपको एक जिम्मेदारी है जो एक करेक्ट रिस्पांस आने के लिए. സോ ഓർ ഇസ്കോ അപ്നെ ഹൃദയ എന്തുവാ ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എന്തുവാ ഹൃദയക്ക് പട്ടിയോമേ ബോൾത്തെ ഹെ. ഈ മലയാളത്തിന് എന്തുവാന്ന് അറിയത്തില്ല. പലകളിൽ ഇത് എഴുതി വെച്ചോണം എന്ന്. आपके हृदय में इस हृदय के पट्टियों में ये लिख के रखना है. കോപ്പി ഉള്ളവർ കോപ്പിക്കകത്ത് എഴുതി വെച്ചു. जो कॉपी है उसमें आप लिख के रखिए. നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് എഴുതുന്ന സ്വഭാവം ഇല്ല. बहुत सारे लोग को जो है लिखने की जो हैबिट नहीं है, ബട്ട് ഇറ്റ് ഈസ് വെരി ഗുഡ്. पर वो बहुत ही अच्छी एक ദൈവം आदत है. സംസാരിക്കുന്നത് ഐ തിങ്ക് ഹബക്കൂക്കിനോടാണോ എഴുതി വെക്കാൻ പറഞ്ഞു, ഇല്ലയോ? എഴുതി വെക്കാൻ പറഞ്ഞു. परमेश्वर जो बात कर रहा है हबक्कुक को जो लिख के रखने के लिए कहा परमेश्वर കേൾക്കുമ്പോൾ ने. നമ്മുടെ ചിന്ത നമുക്ക് ഇതെല്ലാം നമ്മൾ ഓർത്ത് വെക്കുന്ന നമ്മുടെ ചിന്ത. എന്റെയും അങ്ങനെ. हम जो है सुनने के समय हमें लगता है ये सब चीजें हम याद रखेंगे, मेरा भी പക്ഷെ यही ഇവിടുന്ന് विचार അങ്ങോട്ട് है. പോയി കഴിഞ്ഞ് 4 വർത്താനം കഴിയുമ്പോൾ പകുതി സാധനം അവിടുന്ന് തന്നെ പോകും. पर जो हम यहाँ से निकलकर 4 बात करेंगे, जो बहुत सारी चीजें हमारे नष्ट കുറെ हो ദിവസം जाएगी. കഴിയുമ്പോൾ എല്ലാം അങ്ങ് മറന്നു. पर 2-3 दिन के बाद बहुत सारी चीजें नष्ट हो ഈ जाएगी. ഇതിനൊക്കെ കപ്പാസിറ്റി കുറവാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ കപ്പാസിറ്റി ഒന്നുമില്ല. इसका बहुत कैपेसिटी कम है, जैसे हम सोच रहे उतना कैपेसिटी नहीं है. അതുകൊണ്ട് ദൈവം സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ അത് എഴുതി വെക്കുന്നത് നല്ലതാണ്. इसके लिए परमेश्वर जब आपसे बात करेगा उसको लिख के रखना जरूरी മറന്നു है, പോകാതിരിക്കാൻ വേണ്ടി. नहीं भूलने के लिए. രണ്ടാമത്തെ കാര്യം, ദൈവം സംസാരിക്കുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ അത് എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. दूसरी चीज जो है वो परमेश्वर जो बात कर रहा है उसको लेकर
प्रार्थना करने के लिए भी है। ആമേൻ आमेन, ഹല്ലേലൂയ. हालेलुया। കേട്ട് കളയാനുള്ളതല്ല, പക്ഷെ കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ദൈവം ചിലതും നമ്മളോട് വെളിപ്പെടുത്തുന്നത്. सुनकर जो छोड़ने के लिए नहीं, पर सुनकर उसकी इस विषय के ऊपर प्रार्थना करने के लिए परमेश्वर दे रहा है। ആമേൻ. हालेलुया। ഓക്കെ, അതപ്പം നിങ്ങളുടെ ഉത്തരവാദിത്വം ഇന്ന് മുതൽ. आज से वो आपकी जिम्मेदारी है। ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങൾ കണക്ക് പറഞ്ഞോണം. अगर आपने नहीं किया तो परमेश्वर को आपको अकाउंटेबिलिटी रखना है। ആമേൻ ആമേൻ ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ ഇന്ന് പറയാൻ പോകുന്ന ഓരോ സന്ദേശങ്ങൾ, ഓരോ പ്രവചന ആത്മാവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് വിശ്വസിച്ച് അത് സ്വീകരിച്ച് നിങ്ങൾ എന്നോട് കൂടി ഒത്ത് അത് ആമേൻ പറയണം. मैं जो कुछ यहाँ कह रही हूँ, जो कुछ वाणी मैं यहाँ दे रही हूँ, वो आपको विश्वास करके, आपको स्वीकार करके आमेन कहना है। അത് എത്ര അസാധ്യമെന്ന് തോന്നിയാലും നിങ്ങൾ വിശ്വസിക്കണം. कितना आपको इम्पॉसिबल लगे तो भी फिर भी आपको विश्वास ദൈവം करना है। പറയുന്നതൊക്കെ മിക്കവാറും എല്ലാം അസാധ്യമായിട്ടേ തോന്നത്തുള്ളൂ. जो परमेश्वर कहता है वो मोस्टली आपको जो इम्पॉसिबल ही लगता है। സാധ്യമാക്കി മനുഷ്യന് ചെയ്യാലോ, अगर पॉसिबल होता तो वो मनुष्य भी कर सकता പക്ഷെ था, ദൈവം അസാധ്യമേ ചെയ്യത്തുള്ളൂ. पर जो परमेश्वर है वो इम्पॉसिबल ही करता है। ഹല്ലേലൂയ हालेलुया, ഹല്ലേലൂയ हालेलुया। ഹല്ലേലൂയ. സോ കഴിഞ്ഞ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് 1.5 വർഷമായി ये एक 1.5 साल हो गई, ദൈവം എന്നോട് ഇടപെട്ട ഒരു സന്ദേശം. परमेश्वर ने मुझसे बात किया, एक संदेश है। വർഷങ്ങൾ മുന്നേ ഇതിന്റെ തുടക്കം ദൈവം എന്റെ ഉള്ളിലിട്ടു. सालों पहले परमेश्वर ने एक शुरुआत मेरे अंदर डाला था ഞാൻ इसका। പറഞ്ഞല്ലോ, ഉണർവിനെ പറ്റി ദൈവം എന്നോട് ഇടപെട്ട്, ഭാരതത്തിൽ അയക്കാൻ പോകുന്ന ഉണർവിനെ പറ്റി ദൈവം എന്നോട് സംസാരിച്ചു. मैंने जैसे कहा, परमेश्वर ने इस देश में, इस भारत में जो एक जागृति भेजने के बारे में परमेश्वर ने मेरे अंदर അനേക डाला കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദൈവം ഒരു കാര്യം എന്നോട് പറഞ്ഞു. था। बहुत सारे चीजें जब परमेश्वर ने कहा, एक चीज परमेश्वर ने ये भी कहा, എസ്തേറിന്റെ പുസ്തകം ഭാരതത്തിൽ റിപ്പീറ്റ് ആകാൻ പോകുവാണെന്ന്. एस्तर का किताब जो है वो भारत में रिपीट होने वाला है। ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു. हालेलुया, परमेश्वर ने मुझसे कहा, ഭാരതം ഉള്ള പേര് അല്ലെ ഇന്ത്യ എന്നുള്ള പേര് എസ്തേറിന്റെ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. हम देख सकते हैं भारत जो नाम है वो एस्तर के किताब में लिखा गया है। 2 പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 बार उसको मेंशन किया गया അപ്പൊ है। ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, उस समय परमेश्वर की आत्मा ने मुझसे कहा, ദൈവത്തിന്റെ വചനത്തിൽ ഭാരതം ഉണ്ടെങ്കിൽ अगर परमेश्वर के वचन में भारत लिखा गया है तो ദൈവത്തിന്റെ ഹൃദയത്തിൽ ഭാരതമുണ്ട്. आमेन, परमेश्वर के हृदय में भी भारत है। ഭാരതത്തിന് വേണ്ടി ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. भारत के लिए परमेश्वर को एक योजना है, ഒരു സാധാരണ ഉദ്ദേശമല്ല. एक साधारण योजना नहीं। എല്ലാ ദേശങ്ങളെയും എല്ലാ ജാതികളെയും എല്ലാ ഭാഷക്കാരെയും ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. हर एक देश, हर एक जाति, हर एक लोग को परमेश्वर छुड़ाना चाहता है। പക്ഷെ ഓരോ രാജ്യങ്ങൾക്ക് ദൈവം ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചിട്ടുണ്ട്. एक एक देश को, एक एक राज्य को परमेश्वर एक खास तौर योजना रखा है। ഈ അന്തിമ സമയത്ത്, ഈ അന്തിമ കാലത്ത് ये अंतिम समय के तौर ദൈവം ഭാരതത്തെ ദൈവം സെലക്ട് ചെയ്തേക്കുവാണ്. परमेश्वर ने भारत को जो है नियुक्त सेलेक्ट किया है। അനേക രാജ്യങ്ങൾക്ക് വേണ്ടി ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കാൻ വേണ്ടി ദൈവം ഭാരതത്തെ സെലക്ട് बहुत ചെയ്തേക്കുവാണ്. सारे राज्यों के ऊपर एक आशीष का कारण होने के लिए परमेश्वर ने सेलेक्ट किया है। ആമേൻ. आमेन। അതുകൊണ്ട് ഭാരതത്തിന്റെ സഭയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. इसलिए भारत का जो कलीसिया है उसके ऊपर बहुत ही बड़ी जिम्मेदारी है। ഹല്ലേലൂയ. हालेलुया। ആ വലിയ ഉണർവ് നമ്മിൽ നിന്ന് അനേക രാജ്യങ്ങളിലേക്ക് പടരുവാൻ പോകുവാണ്. वो जो बड़ी जो बेदारी है, वो जागृति है, वो हमारे अंदर से कहीं लोग के ऊपर वो प्रकट होने वाली है। ദൈവാത്മാവ് എന്നോട് വർഷങ്ങൾ മുന്നേ ഇടപെട്ടത് അനേക നെയ്ബറിംഗ് കൺട്രീസിന് വേണ്ടി ദൈവം നമ്മളെ ഒരു മിഷണറി നേഷൻ ആക്കി നോക്കി വെച്ചിട്ടുണ്ട്. परमेश्वर ने बहुत समय पहले मुझसे ये कहा था कि जो हमारे अनेक जो नेबरिंग कंट्रीज है उसके लिए एक मिशनरी कंट्री जैसे हमारे भारत को रखा है। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। നമ്മൾ അനേക ആണ്ടുകൾ മറ്റുള്ളവരിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരുന്ന ഒരു ദേശമാണ്. അനേക രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് അവരവരുടെ ജീവിതവും അവരുടെ പണവും അവരുടെ ആരോഗ്യമെല്ലാം നൽകിയിട്ടുണ്ട്. ബട്ട് എ ടൈം ഇസ് കമ്മിങ് വെൻ അത് നമ്മൾ ഇതെല്ലാം മടക്കി കൊടുക്കാൻ പോകുവാണ് രാജ്യങ്ങൾക്ക് വേണ്ടി. ऐसा एक समय आ रहा है कि हम ये सब चीजें जो हमने प्राप्त किया है उस देशों से हम वो लौटाने वाले हैं उनको, ആ ദേശങ്ങൾക്കും മറ്റു പല ദേശങ്ങൾക്കും. उन देशों को और बहुत सारे अनेक देशों को। ദൈവാത്മാവ് അനേക വർഷങ്ങൾ മുന്നേ വെളിപ്പെടുത്തി ഭാരതം ലോകത്തിന്റെ ഫോക്കസ് ആകാൻ പോകുവാണ്. परमेश्वर ने बहुत ऐसा पहले मुझे बताया था कि भारत जो है परमेश्वर का फोकस होने वाला है। ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ये सब सुनकर आपको कुछ खुशी नहीं है मुझे लग रहा है। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്ന ഒരു ജനമാണ് ഇന്നലെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സന്ദേശം ഞാൻ ഇവിടെ റിലീസ് ചെയ്യുന്നത്. कल मैंने समझा कि आप प्रार्थना करने वाले लोग हो, इसके लिए मैंने ये संदेश आपके यहाँ रिलीज किया അല്ലെങ്കിൽ है. ഒരു മണിക്കൂർ വെറുതെ എന്റെയും വേസ്റ്റ് ആവും നിങ്ങളുടെയും വേസ്റ്റ് नहीं ആവും. तो 1 घंटा मेरा भी वेस्ट होगा, आपका भी हो ഈ जाएगा. സന്ദേശം നിങ്ങൾ ഏറ്റെടുക്കണം. आपको ये संदेश जो है रिसीव करना है. നിങ്ങൾ ഇപ്പോഴും പ്രതികരിക്കണം. अभी भी आपको जो है प्रतिक्रिया करना ഇത് है. കഴിഞ്ഞും നിങ്ങളുടെ മേലൊരു ഉത്തരവാദിത്വമുണ്ട്. इसके बाद जो है आपके ऊपर एक जिम्मेदारी है. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഫെയ്ത്ത്ഫുൾ ആയി കണക്കാക്കിയിട്ട് ഈ മെസ്സേജ് നിങ്ങൾക്ക് തരുവാണ്. इसलिए परमेश्वर ने आपको विश्वास योग्य ठहरा, इसके लिए परमेश्वर आपको ये संदेश दिया है. हालेलुया, हालेलुया, ഹല്ലേലൂയ. हालेलुया. ദൈവം വെളിപ്പെടുത്തുവാണ്. परमेश्वर जो है रिवील कर रहा നമ്മൾ അത് है, ഏറ്റെടുക്കണം. उसको हमें रिसीव करना ഇന്നലെ है. ഞാൻ പറഞ്ഞു ദൈവം പറയുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. परमेश्वर जब कहता है तब हमें उसको प्रतिक्रिया रिस्पॉन्स करना है. ഹല്ലേലൂയ. हालेलुया. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് 25 വർഷം മുതൽ. ये जो 25 इयर्स से मैं इस विषय को लेकर प्रार्थना कर रही हूँ. പക്ഷേ ദൈവം എസ്തറിന്റെ പുസ്തകം റിപ്പീറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലായില്ല. जब परमेश्वर ने मुझसे कहा कि एस्तर का किताब जो है रिपीट होने वाला है, तब मुझे उसका इम्पोर्टेंस समझ में नहीं आया. പക്ഷേ ഇപ്പൊ കുറച്ച് നാളായിട്ട് നല്ലോണം पर മനസ്സിലാകുന്നുണ്ട്. ये कुछ समय से मुझे बहुत अच्छे से समझ में आ रहा है. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? क्या आपको समझ में आ रहा है? എസ്തറിൽ നടന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഈ ദേശത്ത്? हालेलुया. एस्तर की जैसे हुआ इस देश में क्या यहाँ हो रहा है? എസ്പെഷ്യലി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? नेगेटिव तौर में आप क्या सुन रहे हो यहाँ? നിങ്ങൾ മുംബൈയിലൊന്നും അധികം അനുഭവിക്കുന്നില്ലായിരിക്കും. आप शायद मुंबई में यह ज्यादा नहीं अनुभव. പക്ഷെ ഒരു 1.5 വർഷം മുന്നേ ദൈവാത്മാവ് ഒരു കാര്യം എന്നോട് പറഞ്ഞു. 1.5 साल पहले परमेश्वर की आत्मा ने मुझसे कहा, People of prayer are going to ultimately prevail in this nation. आमेन. हाँ, प्रार्थना करने वाले लोग जो है इस राज्य में रहने वाले हैं. प्रार्थना करने वाले प्रबल होने जा रहे हैं. हालेलुया. हालेलुया. आप मेरे पीछे बोले प्रार्थना करने वाले, प्रार्थना करने वाले, प्रार्थना करने वाले ക്കുന്നവർ भारत देश में ഭാരതത്തിൽ प्रबल होने जा रहे हैं. होने वाले हैं. हालेलुया. 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 याद रखना प्रार्थना और प्रबल हालेलुया. इजी है याद रखना. प्रार्थना और प्रबल. Prayer and prevail. और इंग्लिश में भी इजी है. People of prayer are going to prevail. Hallelujah. 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 People Hallelujah. of prayer are going to prevail in the Amen. nation of India. Amen. Amen. Hallelujah. 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 അതുപോലെ ചില വചനത്തിൽ നിന്ന് ദൈവാത്മാവ് എനിക്കൊരു സന്ദേശം തന്നു. वैसे ही परमेश्वर ने कुछ वचनों से मुझे एक संदेश दिया. അതിന്റെ ഒരു ടോപ്പിക്കും കൂടി ഞാൻ പറയാം ഇന്നത്തെ മെസ്സേജിനെ പറ്റി. आज वो टॉपिक भी मैं यहाँ कहना चाहती हूँ आज के मैसेज के बारे में. An outcry for revival will lead to an outbreak of revival. एक रोना जो है रिवाइवल के लिए, वो एक आउटब्रेक भी होने वाला है रिवाइवल के लिए. इस सबका एग्जैक्ट वर्ड हिंदी में नहीं मिलेगा, लेकिन आप समझ जाइए. मतलब एक चिल्लाना, एक करहाना, एक रोना, किसके लिए? एक जागृति के लिए, एक आउटब्रेक. जैसे वायरस का सब आउटब्रेक हुआ था, ऐसा एक जागृति का आउटब्रेक जो है होने जा रहा है. हालेलुया. 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 लेकिन एक और चीज बता दूं कि अभी क्या चल रहा है हमारे देश में. ഒന്നുകൂടെ ഞാൻ പറയുക ഇവിടെ എന്താണ് ഇപ്പൊ നടക്കുന്നതെന്ന്. हाँ, मतलब प्रसव से पहले पीड़ा होती है. ഗർഭത്തിന്റെ മുന്നേ തന്നെ വേദന തുടങ്ങുവാണ്. या ओ सॉरी, आई एम स्पीकिंग इन हिंदी. मैं भूल जाती, हिंदी में आ जाती हूँ मैं. ओके, പ്രസവം നടക്കുന്നതിന് മുന്നേ ഒരു വേദനയുണ്ട് ഇല്ലയോ? जो गर्भ होने से पहले एक दर्द होती है. 3 बच्चों को मैंने पैदा किया है. 3 കുഞ്ഞു പിള്ളേരെ ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദന എന്തുവാന്ന് എനിക്കറിയാം. इसलिए मैं जानती हूँ कैसा दर्द होता है. വേദനയില്ലാതെ ഒരു പ്രസവം ഈ കാലത്ത് നടക്കും, അത് വേറെ കാര്യം. പക്ഷെ ദൈവം വെച്ച രീതി പ്രസവത്തിന് മുന്നേ വേദന ഉണ്ട്. एक जो डिलीवरी होने के लिए जो है, एक दर्द के बिना एक डिलीवरी नहीं होता. जागृति का जन्म होने से पहले कलीसिया को एक दर्द से गुजरना पड़ेगा. ഉണർവ് ബർത്താവുന്നതിന്റെ മുന്നേ ഒരു ദൈവസഭ ഒരു പെയിൻ കൂടെ കടന്നു പോകണം. I'm sorry, I'm speaking again in Hindi. I'll come back to Malayalam.
പ്രസവിക്കുന്നതിന് മുന്നേ വേദന, ആ ഒരു വേദനയിൽ കൂടിയാണ് ഇപ്പം ഭാരതത്തിന്റെ ദൈവസഭ കടന്നു പോകുന്നത്. ये जो भारत का सभा जो है वो दर्द से जा रहा है, जो एक डिलीवरी के पहले होने वाला एक दर्द. പക്ഷെ താമസിക്കാതെ ദൈവം വാഗ്ദത്തം ചെയ്ത ആ ഉണർവ് നമ്മൾ ഓരോരുത്തരും, നമ്മൾ ചെറുതായിട്ടൊക്കെ അവിടെ എവിടെയും കാണുന്നുണ്ട്. പക്ഷേ ഹോൾ ഓഫ് ദ നേഷൻ ഓഫ് ഇന്ത്യ is going to witness the greatest of all revival ever happened in the history. Hallelujah. बिना देरी के परमेश्वर ने जो यहाँ एक जागृति, एक जो हाल बेदारी रखा है, वो बिना देरी परमेश्वर हमें रिवील करके देगा. ദൈവാത്മാവ് എന്നോട് വർഷങ്ങൾ മുന്നേ വെളിപ്പെടുത്തിയത് ഇതുവരെ ചരിത്രം കാണാത്ത ഒരു ഉണർവാണ് ഭാരതത്തിന് വേണ്ടി ദൈവം റിസർവ് ചെയ്തു വെച്ചേക്കുന്നത്. परमेश्वर की आत्मा ने मुझसे ये कहा कि जो भारत देश के लिए एक अभी तक हिस्ट्री में नहीं हुआ, ऐसा कुछ रिजर्व करके रखा है. ഒരു പ്ലാനിംഗ് മീറ്റിംഗിൽ, ഒരു ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ചെയ്ത പ്ലാനിംഗ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് അവിടെ ഇരുന്ന് വെളിപ്പെടുത്തി, the best wine God has reserved for the nation of India. आमेन, हालेलुया. एक दिल्ली में एक मीटिंग, एक प्लानिंग मीटिंग चल रहा था, तो परमेश्वर की आत्मा ने मुझसे कहा जो एक बेस्ट जो दाखरस है, उत्तम दाखरस है, वो परमेश्वर ने रिजर्व करके रखा है भारत के लिए. An object of mercy ആയിട്ട് ദൈവം ഭാരതത്തിനെ കണ്ട്, परमेश्वर ने जो है भारत को एक दया की वस्तु के एक समान, पात्र के रूप एक में, पात्र के रूप में देखा. और इस भारत के ऊपर परमेश्वर सबसे बड़ी जागृति ഈ ഉണ്ടേലേगा. ഭാരതത്തിന് മേൽ കർത്താവ് ഒരു വലിയൊരു ഉണർവായിരിക്കാൻ ഹല്ലേലൂയ. हालेलुया. പക്ഷെ അതിനു മുന്നേ उससे पहले ഒരു വേദനയിൽ കൂടി एक കടന്നു दर्द से गुजरना है. മഴ പെയ്യുന്നതിന് മുന്നേ बारिश होने से पहले ഏലിയാവ് പർവ്വതത്തിൽ കയറി, एलिया जो है पर्वत के ऊपर चढ़ा, തലേ രണ്ട് ഈ കാലിന്റെ ഇടയ്ക്ക് വെച്ച്, मतलब उसने एक पोस्चर लिया, एक पोस्चर ഒരു लेकर പൊസിഷൻ എടുത്തു, जो सिर को जो है दो पैर के बीच में रखकर, എന്നിട്ട് പ്രാർത്ഥിച്ച ആ മഴയ്ക്ക് ജന്മം നൽകി. और वो प्रार्थना करके जो है उस बारिश को जन्म दिया. ഒരു പ്രാവശ്യത്തിൽ വന്നില്ല മഴ, एक बारी में नहीं आया, 7 പ്രാവശ്യം ദാസിനെ വിടേണ്ടി വന്നു. 7 बार दास को भेजना पड़ा. നമ്മൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 25 വർഷമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. मुझसे अगर पूछो तो 25 years हो गया मुझे प्रार्थना करके. പക്ഷെ ഇന്നും എനിക്ക് അന്ന് കേട്ട പോലത്തെ വിശ്വാസം ഇന്നും എൻ്റെ ഉള്ളിൽ. तभी जैसे मैंने सुना था, अभी भी मुझे वैसे ही एक विश्वास है. എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം ചെറുതല്ല, क्योंकि मुझे पता है जो मैं प्रार्थना करने वाली विषय जो है वो छोटा नहीं है. എത്രയും വലിയ വിഷയമാണോ അത്രേ സമയമെടുക്കും. कितना बड़ा विषय है उतना समय भी लगेगा. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. നീണ്ടു പോകുന്നോറും മഹത്വം അങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. जितना देरी हो रहा है उतना महिमा भी बढ़ रहा है. ഹല്ലേലൂയ, हालेलुया. എവിടൊക്കെ കർത്താവ് താമസിച്ചു വന്നെന്ന് നമുക്ക് തോന്നുന്നു, अगर आपको लग रहा है कि कहीं कहीं जो है परमेश्वर ने देरी की है, परमेश्वर ने कभी देरी नहीं किया, लेकिन हमें लगा कि परमेश्वर ने देरी किया. നമുക്ക് ലാസറിന്റെ നമുക്ക് അനുഭവം അറിയാം. लाजर का जो है हमें कहानी पता है, പക്ഷെ അത്രയും മഹത്വം അന്നേരം അവിടെ വെളിപ്പെടുത്തും. तो वहाँ उस जगह में है उतना ही महिमा प्रकट हुआ. ഞാൻ വിശ്വസിക്കുന്നേ എന്നെ പോലെ അനേകം വർഷങ്ങളായി ഈ ദേശത്തിന് വേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. मैं विश्वास करती हूँ अनेक लोग जो है इस देश के जो एक छुटकारा के लिए प्रार्थना कर रहे हैं. അത്ര വലിയ മഹത്വം, ഒരു വലിയ ഉണർവാണ് ഭാരതം കാണാൻ പോകുന്നത്. उतनी ही बड़ी एक महिमा जो है इस भारत देखने वाली है. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. हालेलुया. വർഷങ്ങൾ ഹന്ന ശമൂവേലിന് വേണ്ടി കാത്തിരുന്നു. सालों जो है हन्ना ने शमूएल के लिए प्रार्थना किया. അതുകൊണ്ട് ശമൂവേൽ ഒരു സാധാരണ ഒരു പയ്യനല്ലായിരുന്നു. इसीलिए जो शमूएल जो है वो एक साधारण एक लड़का नहीं He was था. the last judge. वो लास्ट जो न्यायाधीश था. He was a prophet. वो एक प्रवाचक था. രണ്ട് രാജാക്കന്മാരെ, ആദ്യത്തെ 2 രാജാക്കന്മാരെ അനോയിന്റ് ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച് ഒരു ദൈവദാസനായിരുന്നു ശമൂവേൽ. पहले के 2 राजाओं को जो अभिषिक्त करने के लिए उपयोग किया जज था. ഹല്ലേലൂയ. യോഹന്നാനു വേണ്ടി അനേക വർഷങ്ങൾ വാർദ്ധക്യം വരെ കാത്തിരുന്നു സക്രിയായും എലിസബത്തും. यूहन्ना के लिए जो है जकरिया और एलिसबेथ बहुत साल जो है इंतजार किए थे. അതുകൊണ്ട് അവര് ജന്മം നൽകിയ പൈതൽ യേശുവിന് വേണ്ടി വഴിയൊരുക്കുന്നവനായി മാറി. आमेन. उन्होंने जो जन्म दिया, जो एक बच्चा जो है उसने यीशु के लिए राह बनाया. ഇവിടെ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്, मैं आपके लिए अभी एक संदेश जो आपको देना चाहती हूँ. നിങ്ങൾക്ക് താമസം എന്ന് തോന്നുന്നത് अगर आपको जो लग रहा है देरी हुई है, ദൈവം ഒരു വലിയ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ആ ഒരു താമസം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. परमेश्वर एक बड़ी एक महिमा निकालने के लिए देरी हो रही है. ഹല്ലേലൂയ, हालेलुया. അതുകൊണ്ട് നിരാശപ്പെടണ്ട. इसलिए निराशित ना हो. Keep waiting.
इंतजार करते रहो, keep holding on. पकड़ के रखो, God will come through. परमेश्वर आएगा। Hallelujah. Hallelujah. हालेलुया, Hallelujah. Hallelujah. Okay, so let's get into the topic now quickly. अभी जल्दी हम ये टॉपिक में आते हैं। उत्पत्ति 18 का 20, उत्पत्ति 18:20. जेनेसिस 18 verse 20। നിലവിളി, എല്ലാരും ഒന്ന് പറഞ്ഞ് നിലവിളി. आप जरा कहिए चिल्लाना, जोर से बोलो. जोर से बोलो, चिल्लाहट। നിലവിളി എന്ന് പറയുന്നത് അതുപോലെ ഒന്ന് പറയണ്ടായോ? जैसे चिल्लाहट है वैसे आप कहिए, നിലവിളി, चिल्लाहट। ചില്ലാഹട്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോദോം ഗൊമോറയിൽ നിന്ന് ഒരു വലിയ നിലവിളി സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നു. सोदोम और गोमोरा से जो है एक बड़ी चिल्लाहट स्वर्ग की ओर आई। പക്ഷേ അവർക്ക് വിരുദ്ധമായുള്ള ഒരു നിലവിളിയാണിത്. पर ये जो है उनके विरुद्ध एक चिल्लाहट है। പാപം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട്. पाप जो भर के रखा है इसके പക്ഷേ लिए। എപ്പോഴൊക്കെ നിലവിളി സ്വർഗ്ഗത്തിൽ എത്തിയിട്ടുണ്ടോ, जब परमेश्वर के स्वर्ग की ओर जो चिल्लाहट पहुंची है, അത് പോസിറ്റീവോ നെഗറ്റീവോ, वो चाहे पॉजिटिव हो या नेगेटिव അതിന് हो, വിരുദ്ധമായിട്ടാണോ അതോ അത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ, अगर विरोध के लिए हो या रक्षा के लिए हो, അവിടൊക്കെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. वहां सब परमेश्वर उतर आया है। ദൈവം തന്നെ പറയുന്നത് I will go down and see. परमेश्वर खुद कह रहा है कि मैं जाके देखूंगा। ആമേൻ. मैं उतर कर देखूंगा. आमेन। हाँ, ഞാൻ ഇറങ്ങി വന്ന് കാണും। അവിടെ നിന്ന് കാണുമല്ല, वहां से देखूंगा नहीं, ഇറങ്ങി വന്ന് ദൈവം കാണാൻ पर വന്നു. मैं उतर कर आकर देखूंगा। Hallelujah. हालेलुया, Hallelujah. हालेलुया। So this was an outcry against the city. ये जो है चिल्लाहट जो सोदोम और गोमोरा देश के विरुद्ध थी, ആ പട്ടണത്തിന് വിരുദ്ധമായ ഉള്ള ഒരു നിലവിളിയായിരുന്നു. एक विरुद्ध जो एक चिल्लाहट थी, പക്ഷെ ദൈവം ഇറങ്ങി വന്നു. पर परमेश्वर उतर कर आया। ഇനി നമുക്ക് നോക്കാം എക്സോഡസ് 3:7. अभी हम देखते हैं निर्गमन 3:7, 3 का 7। ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. मैं उतर Hallelujah. कर आया हूँ। So this is an outcry of God's people. ये जो चिल्लाहट है परमेश्वर के बच्चों के लिए, ദൈവ ജനത്തിന്റെ ഒരു നിലവിളിയാണിത്. परमेश्वर के बच्चों की ओर से एक चिल्लाहट, വിടുതലിന് വേണ്ടിയുള്ള ഒരു നിലവിളിയാണ്. छुटकारा के लिए एक चिल्लाहट है, രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നിലവിളിയാണ്. छुटकारा के लिए एक चिल्लाहट है। ഇതും സ്വർഗ്ഗത്തിൽ എത്തിയപ്പോൾ ये भी जब स्वर्ग की ओर पहुंचा, ദൈവം അടങ്ങിയിരുന്നില്ല. परमेश्वर चुप नहीं बैठा, സ്വർഗ്ഗം ഇറങ്ങി വന്നു. स्वर्ग उतर कर आया। ഹല്ലേലൂയ. हालेलुया। സ്വർഗ്ഗം ഇറങ്ങി വന്നാ എന്തെങ്കിലും നടക്കും. स्वर्ग अगर उतर आया तो वहाँ कुछ होने वाला है। ഹല്ലേലൂയ. आमेन। വിശ്വസിക്കുന്നുണ്ടോ? विश्वास कर रहे हो? ഹല്ലേലൂയ. आमेन। ഒരു ദൂതനെ മാത്രമല്ല അയച്ച ദൈവം രണ്ടിടത്തും പറഞ്ഞു ഞാൻ ഇറങ്ങി വന്നെന്ന്. दूत को सिर्फ नहीं भेजा, उसने खुद वो उतर आएगा करके उसने कहा। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. ഇനി പുതിയ നിയമത്തിൽ നമുക്കൊന്ന് നോക്കാം. नए नियम में जरा हम देखेंगे। प्रेतो का Acts 12:5. ഇവിടെ കാണുന്നത് പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ദൈവസഭ എങ്ങനെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. They prayed earnestly to God. हम सब जानते हैं पौलुस जो है जो बंदी गृह में पड़ा था, पर ये हम देख रहे हैं कि जो परमेश्वर की जो सभा है उन्होंने कैसे परमेश्वर की और जो लॉ लगाकर प्रार्थना किया। हाँ, so സാധാരണ പ്രാർത്ഥനയല്ല. वो एक साधारण प्रार्थना नहीं। ഞാൻ ചിന്തിക്കുന്നത് ഇതിനു മുന്നേ യാക്കോബിനെ അവര് തീർത്തു. मैं ऐसा विश्वास करता हूँ कि उन्होंने वैसे याकूब को खत्म कर दिया था उन्होंने खत्म कर दिया था। अब पत्रस को डाला हुआ, मतलब इन्हीं पत्रोस ने टेकुआ. अभी पत्रुस को डाला है। याकूब ने കൊന്ന ആള് പത്രോസിനെ കൊല്ലും. जो याकूब को मारा है उसने वो पत्रुस को भी मारा। അന്നേരം സഭ അങ്ങ് ഉണർന്നു. वैसे जो है सभा जो है ആദ്യം അത്ര സീരിയസ് ആയിട്ടില്ല. तभी तक जो है कोई सीरियस नहीं हुआ था। कलीसिया ने नहीं सोचा होगा कि याकूब को मार देंगे. ആമേൻ. हालेलुया. മനസ്സിലായോ? അപ്പൊ യാക്കോബിനെ കൊന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഭയങ്കര सीरियस പരിപാടിയാകുന്നുള്ളത്. जब उन्होंने याकूब को मारा तब उनको पता चल गया ये कुछ जो है एक गंभीर बात है. അപ്പോൾ ഇതുവരെ സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ അവര് ഗംഭീരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. अभी तक जो साधारण रूप में वो प्रार्थना करते हैं अभी वो गंभीर तौर पर प्रार्थना कर रहे हैं. Honestly ना इंग्लिश और जो लॉ लगाकर प्रार्थना कर रहे हैं. हालेलुया. हालेलुया. അന്നേരം സ്വർഗ്ഗം മറുപടി നൽകി. तभी भी स्वर्ग जो है उसने उत्तर दिया. സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. स्वर्ग से एक स्वर्गदूत
दूत आया, പത്രോസിനെ ജയിലിൽ നിന്ന് വിടുവിച്ചു. पतरस को जो है बंदी गृह से छुड़ाया। ഹല്ലേലൂയ. हालेलुया। അത് മാത്രമല്ല, वही नहीं, നേരത്തെ കണ്ടു ദൈവം വിടുവിക്കുവാൻ ഇറങ്ങി വന്നു. पहले हमने देखा परमेश्वर जो है छुड़ाने के लिए आया, ദൈവം വിടുവിക്കുവാൻ മാത്രമല്ല ഇറങ്ങി सिर्फ വരുന്നത്. छुड़ाने के लिए नहीं उतर അവരുടെ आएगा। ശത്രുവിന് വിരുദ്ധമായും ദൈവം പലപ്പോഴും ഹല്ലേലൂയ എന്തോ പരിപാടികൾ ചെയ്യാൻ ദൈവം ഇറങ്ങി വരും. शैतान के खिलाफ भी जो है कार्य करने के लिए परमेश्वर उतर आएगा। 12:23 ഒന്ന് വായിച്ചാട്ട്. 12 का 23। ആര് പത്രോസിനെ ജയിലിലിട്ടോ, ആര് യാക്കോബിനെ കൊന്നോ, ആ വ്യക്തിയെയും കൂടി എന്തുവാ ഡീൽ ചെയ്യാൻ വേണ്ടി दूदन इറങ്ങി വന്നു. जिसने याकूब को मारा, जो पतरस को मारने वाला था, उसके पास भी स्वर्गदूत उधर आकर उसको डील करने के लिए गया था। സഭയുടെ ശ്രദ്ധയോടെ ഉള്ള പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് സ്വർഗ്ഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാനിടയായി. कलीसिया का जो है लॉ लगाकर जो प्रार्थना कर रहे हैं, उसका उत्तर जो है स्वर्गदूत उतर कर आ रहा है। വിടുവിക്കേണ്ടവനെ വിടുവിക്കുകയും जो जिसको छुड़ाना है उनको छुड़ाकर, വഴിയിൽ നിന്ന് മാറ്റേണ്ടവനെ വഴിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. जिनको रास्ता से हटाना है उनको रास्ता से हटाया, തടസ്സമായി നിന്നവനെ മാറ്റിക്കളഞ്ഞു. जो रुकावट जैसे खड़े थे उनको हटा भी दिया। അത് കഴിഞ്ഞിട്ട് കാണുന്ന ദൈവവചനം പ്രബലമായി ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ. हालेलुया। उसके द्वारा जो है परमेश्वर की जो वचन है वो बढ़ गई। हालेलुया, हालेलुया, हालेलुया। हालेलुया. എന്തെങ്കിലും നടപടി നടക്കണോ, ചെയ്യണോ, ദൈവം ചെയ്യണോ? परमेश्वर कुछ करना जरूरी है ना। അപ്പൊ നമ്മൾ മിണ്ടാതിരുന്ന ശരിയാകത്തില്ല. अगर आप चुप बैठोगे तो वो नहीं चलेगा। മോർദെഖായി എസ്തറിനോട് പറയുന്നത് ഞാൻ പിന്നെ നിങ്ങളോട് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. मोर्देखाई ने जैसे एस्तर को कहा, वो मैं वापस दोहराना चाहती हूँ। നിങ്ങൾ മിണ്ടാതിരുന്ന ദൈവം വിടുവിക്കും. हालेलुया। अगर आप चुप बैठ रहे हो നിങ്ങളുടെ കാര്യം എന്തോ എനിക്ക് പറയാൻ പറ്റത്തില്ല. पर तुम्हारा क्या होगा मुझे नहीं पता। हालेलुया, हालेलुया, हालेलुया. हालेलुया। നമുക്ക് ദൈവം ഒരു ഭാഗം തന്നിട്ടുണ്ട്. आमेन। परमेश्वर ने हमारे लिए एक भोज दिया है, പ്രാർത്ഥനയുടെ, प्रार्थना का भोज। ശ്രദ്ധയോടുള്ള പ്രാർത്ഥന, लॉ लगाकर प्रार्थना, സ്വർഗ്ഗത്തിലേക്ക് ഒരു നിലവിളി, स्वर्ग की ओर एक चिल्लाहट, ഉണർവിന് വേണ്ടി एक जागृति के ഈ लिए। ദിവസങ്ങൾ ഉയരട്ടെ. इस दिनों में जो है उठने ഈ दीजिए, സഭയിൽ നിന്ന് ഉയരട്ടെ. इस कलीसिया से उठने दीजिए, ദൈവദാസന്മാരിൽ നിന്ന് ഉയരട്ടെ. परमेश्वर के दासों से जो है वो उठने വിശ്വാസികളിൽ दीजिए, നിന്ന് ഉയരട്ടെ. विश्वासियों के बीच में से उठने दीजिए। ഉയർന്നാൽ സ്വർഗ്ഗം വെറുതെ ഇരിക്കത്തില്ല. अगर उठेगा तब स्वर्ग जो है वो चुप नहीं बैठेगा। ദൈവം ചെയ്യേണ്ടത് ഇറങ്ങി വന്ന് ചെയ്യും. परमेश्वर जो करना चाहते हैं वो उतर कर आकर നമ്മൾ करेगा। വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. आपको कुछ और करने की जरूरत नहीं है। ദൈവം ചെയ്യുമ്പോൾ ഭംഗിയായി ചെയ്യും. परमेश्वर जब करेगा वो खूबसूरती के साथ നമുക്ക് करेगा। ചെയ്യാൻ പറ്റത് ദൈവം ചെയ്യും. हमें जो नहीं कर सकते वो परमेश्वर करेगा। ഹല്ലേലൂയ. हालेलुया। ഇതുപോലെ നടന്നു എസ്തറിന്റെ പുസ്തകത്തിലും. ये ही हुआ था एस्तर के किताब में भी। മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇംഗ്ലീഷിനകത്ത് എഴുതിയിരിക്കുന്നത് tables were turned. जो ऐसा लिखा है, जो मेज जो है वो बदल गया था। എല്ലാം ദൈവം തിരിച്ചു മറിച്ചു. सभी चीज को जो है परमेश्वर ने उल्टा कर दिया നിങ്ങൾക്ക് था। എല്ലാവർക്കും കഥ അറിയാലോ. आप सभी को इस कहानी पता है। ഹാമാൻ എന്ത് പ്ലാൻ ചെയ്തോ അതിനകത്ത് തന്നെ ആ കുഴിയിൽ തന്നെ അവൻ വീണു. हामान ने जैसे उसने योजना रखा, उसी कंधे में वो फंस गया। ഹല്ലേലൂയ, हालेलुया, हालेलुया. हालेलुया। ഇനി പ്രവചനാത്മാവിൽ ചില കാര്യങ്ങൾ ഞാൻ റിലീസ് ചെയ്യാൻ अभी പോകുന്നു. भविष्यवाणी के तौर में मैं कुछ रिलीज ഇത് करना चाहूंगी। ഭാരതത്തിൽ നടക്കാൻ ये പോകുന്നു. भारत में होने वाला है, ഇത് ദൈവസഭയിൽ നടക്കാൻ ये പോകുന്നു. परमेश्वर के कलीसिया में होने वाला है। എസ്തർ 4 ഇനി വേഗത്തിൽ വാക്യങ്ങൾ വായിച്ചു एस्तर 4 തരണം. का 1। 3 സ്ഥലത്തുനിന്ന് നിലവിളി സ്വർഗ്ഗത്തിലേക്ക് ഉയരുക. 3 जगह से जो है चिल्लाहट स्वर्ग की ओर जा रही है। ആദ്യത്തെ മോർദെഖായി, पहला जो है मोर्देकाई, കൊട്ടാരത്തിൽ നിന്ന് പുറത്തുനിന്ന് നിലവിളി. वो राजमहल के बाहर से वो चिल्ला रहा है। 4:3 നമ്മൾ വായിച്ചു. 4 के 3 में हमने पढ़ा, യഹൂദന്മാർ എവിടൊക്കെ ഉണ്ട് അവിടെല്ലാം നിലവിളി. यहूदी लोग कहाँ है वहाँ सब जो है वो ഫുൾ लोग जो है विलाप कर रहे പട്ടണത്തിൽ थे। നിന്ന് നിലവിളി. पूरे जो देश में से वो विलाप कर रहे थे। 4:16 വെച്ച് കൊട്ടാരത്തിനകത്തും നിലവിളി. जो राजमहल के अंदर से भी चिल्लाहट हो रही എന്ന് है। പറഞ്ഞ ഏതൊക്കെ സ്ഥാനത്തിൽ എവിടൊക്കെ ആരൊക്കെ ഇരിപ്പുണ്ടോ അവിടുന്ന് എല്ലാം നിലവിളി സ്വർഗ്ഗത്തിലേക്ക് പോയി. जहाँ कहीं लोग बैठे हैं वहाँ सभी से जो है चिल्लाहट स्वर्ग की ओर जा रही നിങ്ങൾ है। വലിയ പോസ്റ്റിൽ ഇരിക്കുന്നവരാണോ, आप बड़े एक पोस्ट में बैठे സാധാരണക്കാരാണോ, होंगे, साधारण लोग പഴയ होंगे, വിശ്വാസിയാണോ, पुराने विश्वासी പുതിയ होंगे, വിശ്വാസിയാണോ, नए विश्वासी होंगे, പാസ്റ്ററാണോ, ലീഡറാണോ, पासबान होंगे, लीडर होंगे, ആരാതെങ്കിലും आप कोई भी हो, ഒരുമിച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിച്ചാൽ, अगर हम मिलकर लौ लगाकर प्रार्थना ഉണർവിന് करेंगे, വേണ്ടി നമ്മൾ നിലവിളിച്ചാൽ, സ്വർഗത്തിനോട് അപേക്ഷിച്ചാൽ, अगर हम जागृति के लिए जो है स्वर्ग की ओर चिल्लाएंगे, तब ദൈവം ചിലത് ചെയ്യാൻ പോകുവാണ്. परमेश्वर कुछ करने वाला है. ആർക്കും ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല ഇതിൽ നിന്ന്. कोई भी जो है इसमें से छूट कर नहीं बैठ सकता. മിൽക്കർ ഹമേ കർനാ ഹൈ, ഒന്നിച്ച് നമുക്ക് ഇത് ചെയ്യണം. ഒരുമിച്ച് ചെയ്യണം. मिलकर ये करना है हमें. ഹല്ലേലൂയ, ഏകതാ മേ കർനാ ഹൈ. ഒരുമയോടെ നമുക്ക് ഇത് ചെയ്യണം. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ जब हम ये करेंगे, എന്തൊക്കെ നടക്കാൻ പോകുവാണ്? क्या क्या होने वाला है? എസ്തർ നീ നടന്നത് നടക്കാൻ जो പോകും. एस्तर के इसमें लिखा है वो होने वाला है. ആദ്യത്തെ കാര്യം पहला चीज എഴുതി വെച്ചോ, लिख के रखो. ചർച്ച് വിൽ ഫൈൻഡ് ഫേവർ. सभा जो है उसके ऊपर एक फेवर होने वाला है. ദൈവസഭ ദൈവത്തിന്റെ അനുഗ്രഹം അല്ലെ ഫേവർ പ്രാപിക്കാൻ പോകുവാണ്. परमेश्वर की जो कलीसिया है वो एक फेवर अनुभव करने वाला, एक अनुग्रह करने അഞ്ചിന്റെ वाला. 2 നമ്മൾ കാണുന്നുണ്ട്. 5:2 में लिखा गया है. നിയമത്തിന് വിരുദ്ധമായിരുന്നു, नियम के जो ये विरुद्ध था, പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ जो प्रार्थना किया था, രാജാക്കന്മാരുടെ ഫേവർ ഹല്ലേലൂയ എസ്തറിന്റെ മേൽ വന്നു. राजा का फेवर जो है एस्तर के ऊपर आया. എസ്തർ സഭയെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. एस्तर जो है वो कलीसिया को दिखाता है. രാജാവ് അധികാരന്മാർ राजा और अधिकारी लोग जो ഹല്ലേലൂയ है, എല്ലാം വിരുദ്ധമായിരിക്കും. ये सब विरुद्ध होंगे. പക്ഷെ പ്രാർത്ഥന പൊങ്ങുമ്പോൾ जब प्रार्थना उठने वाली है, ഹല്ലേലൂയ ഇവരെല്ലാം നമ്മുടെ ഫേവറിൽ വരാൻ ये പോകുവാണ്. सभी लोग हमारे जो फेवर में आने നിയമം वाले അവിടെ हैं. കിടക്കും, नियम वहां पड़ा പക്ഷെ रहेगा, ഫേവർ നമുക്ക് കിട്ടാൻ पर പോകുവാണ്. फेवर हमें मिलेगा. ഹല്ലേലൂയ. हालेलुया. വിശ്വസിക്കുന്നവർ കരം ഉയർത്തിയോ കരം കൊട്ടിയോ എങ്ങനെയാലും അത് സ്വീകരിച്ചോട്ടെ. विश्वास ഹല്ലേലൂയ, करने वालों हाथ उठाकर हाथ ताली बजाकर उसको स्वीकार करे. ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया. സോ പരമേശ്വർ ബുദ്ധി ദേഗാ, കർത്താവ് നമുക്ക് ജ്ഞാനം തരും. വിസ്ഡം ദൈവം കൊടുക്കും. परमेश्वर ज्ञान हमें देगा. आमेन. एस्तर ने बड़े टैक्टफुली उसको डील किया. एस्तर भयंकर खाना ആഹാരമൊക്കെ ഒരുക്കി. जो खाना सब उसने प्रिपेयर किया. രാജാവിനെ മാത്രമല്ല ഹാമാനെയും വിളിച്ചു. राजा को ही नहीं हामान को भी ഒറ്റ बुलाया. പ്രാവശ്യത്തിൽ പറഞ്ഞില്ല കാര്യം, एक बार में नहीं बोला, പിന്നെയും വിളിച്ചു. वापस बुलाया. നമുക്കറിയാം കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. हमें सब ये चीज पता है, इसलिए मैं उसमें नहीं जा പിന്നെ रही. പറയേണ്ട സമയം വന്നപ്പം പറഞ്ഞു കാര്യങ്ങൾ. पर जब कहना था बात, तब उन्होंने कहा. എന്നെ പോലെ വെപ്രാളം പിടിച്ചില്ല, मेरे जैसे उसने ऐसा हड़बड़ी नहीं की. സാവകാശത്തിൽ കാര്യങ്ങൾ ചെയ്തു. आराम से उसने चीजें की. ആമേൻ. हालेलुया. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ബുദ്ധി നൽകും. प्रार्थना करोगे तो परमेश्वर जो है ज्ञान ദൈവ देगा. സഭയ്ക്കും നമ്മളിപ്പോ എന്തെങ്കിലും വന്ന് ഉടനെ അങ്ങ് കേസിന് പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവിടെ മിനിസ്റ്ററിനെ കോൾ ചെയ്തു ഒന്നും, ദൈവം ആ സമയം പറയും ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട, എങ്ങനെ പ്രതികരിക്കണം, എപ്പം മിണ്ടാതിരിക്കണം, എപ്പം സംസാരിക്കണം, ഇതെല്ലാം ദൈവം ആ തക്ക സമയത്ത് നമുക്ക് നൽകി തരും. परमेश्वर उसी समय में हमें कहेगा कि यहाँ बोलना है, कहाँ बोलना है, नहीं तो इधर उधर ना जाइए. परमेश्वर उसी समय जो है क्या करना है आपको रिवील करके देगा. യേശു പറഞ്ഞ് നിങ്ങളെ ഗവർണറുടെ മുന്നിലും അധികാരികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യേണ്ട എന്തോ പറയേണ്ട, പരിശുദ്ധാത്മാവ് അന്നേരം നിങ്ങൾക്ക് വാക്കുകൾ. यीशु मसीह ने जैसे कहा, आपको अधिकारी लोग के सामने जब खड़ा किया जाएगा तब आपको पहले प्लान नहीं करना है आपको क्या बोलना है, पर पवित्र आत्मा आपके जुबान में जो शब्द देगी. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ എന്തുവാണ് ആദ്യത്തെ കാര്യം ദൈവസഭ പ്രാപിക്കാൻ പോകുന്നത്? प्रार्थना करते समय परमेश्वर की कलीसिया पहले क्या प्राप्त करने वाली എന്തോ है? നമ്മൾ പ്രാപിക്കാൻ क्या പോകുന്നത്? प्राप्त ദൈവസഭ करने ഭാരത സഭ वाली എന്തോ है? പ്രാപിക്കാൻ ये പോകുന്നത്? कलीसिया क्या प्राप्त करने वाली है? പറഞ്ഞാട്ടെ എന്തുവാ? आप बोलिए. ഫേവർ എന്ന് പറഞ്ഞേ, फेवर. ജോർ സെ പോലെ ഫേവർ. फेवर. രണ്ടാമത്തെ കാര്യം दूसरी बात 6:1 വായിച്ചേ. 6:1. ചില അധികാരികളുടെ ഉറക്കം ദൈവം കടത്താൻ പോകും. परमेश्वर जो है कुछ अधिकारी लोग का नींद उड़ाने वाला है. കയ്യോ കാ നീന്द परमेश्वर उड़ाने जा रहा है. ചില ഉറക്കങ്ങളെ കർത്താവ് കെടാൻ പോവുകയാണ്. താലി ബജാക്കർ സ്വീകാർ കരേ. കരങ്ങൾ കൊട്ടി സ്വീകരിക്കുക. ആമേൻ. ഹല്ലേലൂയ. യേശുവേ. ഉറക്കം കളഞ്ഞിട്ട് ദൈവ മക്കൾ ദൈവസഭ ഈ ദേശത്തിന് വേണ്ടി എവിടൊക്കെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടോന്ന് ഇത് ദൈവം ഭാരതത്തിന് വെളിപ്പെടുത്താൻ പോവുകയാണ്. ये जो नींद के बिना जो परमेश्वर की कलीसिया जब जागृत होकर प्रार्थना की है, वो परमेश्वर जो है इस भारत की ओर वो प्रकट करके देने वाला है. ഒരു സത്യം വിരോധികൾക്ക് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. एक सच्चाई जो है विरोधियों के और जो है परमेश्वर प्रकट करने वाला है. 6:13 എഴുതിയിട്ടുണ്ട്. 6:13 में लिखा है. എന്തുവാ അത്? നാമാന്റെ ഭാര്യ തന്നെ ഇത് നേരത്തെ പറഞ്ഞ് ഈ ബുദ്ധി ഉപദേശം കൊടുത്തായിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെട്ടേനെ. പക്ഷേ ടു ലേറ്റ് റെവലേഷൻ അവർക്ക് കിട്ടിയേ അത് ഹാമാന് പറഞ്ഞു കൊടുക്കുക. 6:13 എന്തുവാണ്? 6:13 में
ഇവിടെ അവന്റെ ഭാര്യ തന്നെ പ്രവചിച്ച് അവനോട് കാര്യം പറഞ്ഞു. यहाँ जो है उसकी पत्नी ही उसके ऊपर भविष्यवाणी करके बोल रही है. ആത്മീകരല്ലാത്തവരും ദൈവത്തെ അറിയാത്തവരെ പോലും ദൈവം അവരുടെ വായിൽ നിന്ന് ചില പ്രവചനങ്ങൾ ദൈവ മക്കൾക്ക് വേണ്ടി പറയാൻ പോകുവാണ്. आत्मिक नहीं है वो लोग भी जो है भविष्यवाणी जो है परमेश्वर के बच्चों के लिए करने वाले हैं. എന്തുവാ? क्या करने वाले हैं? അത് ഇംഗ്ലീഷിൽ, since Mordecai before whom your downfall has started is of Jewish origin, you cannot stand against him, you will surely come to ruin. എന്തൊരു പവർഫുൾ കാര്യം അവര് कितना പറഞ്ഞത് ഇവിടെ. पावरफुल जो चीज लिखा गया है. ഇപ്പോഴും മനസ്സിലാക്കിയായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. अभी भी वो समझ जाता था, वो छूट जाता. അവർക്കൊരു കാര്യം മനസ്സിലായി, യഹൂദനെ തൊട്ട, उनको ये चीज समझ में आया कि यहूदी को अगर छुआ तो फिर സോ ഒരു കാര്യം ഈ ദേശം അറിയാൻ പോകുവാണ്. एक चीज जो है ये देश जानने वाला. No one will be able to overcome the church because of its origin. कोई भी जो है परमेश्वर की कलीसिया को पार ओवरकम नहीं कर पाएगा क्योंकि परमेश्वर उसका ओरिजिन के वजह से. നമ്മൾ അവനിൽ നിന്ന് ഉളവായതാണ്. हम जो है उसके द्वारा प्रकट हुए हैं. We have originated from God. हम जो है परमेश्वर के द्वारा जन्म लिए. എസ്തേർ 7-ാമത്തെ അധ്യായത്തിൽ एस्तर 7 में ചില സ്ട്രോങ് ഫ്രണ്ട്ഷിപ്സ്, ചില ട്രസ്റ്റുകൾ ബ്രേക്ക് ആകാൻ പോവാണ്. कुछ जो स्ट्रॉन्ग जो बंधन जो है फ्रेंडशिप जो है वो टूटने वाली है. രാജാവും ഹാമാനും ഭയങ്കര കൂട്ടുകാരാ. राजा और हामान जो है बहुत अच्छे दोस्त थे. രാജാവിന് എന്തെങ്കിലും കൗൺസിൽ വേണമെങ്കിൽ ഹാമാനോട് എനിക്ക് ഒരാളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം, എന്തോ ചെയ്യണം നീ പറ. राजा जो है कुछ उसको पूछना था तो वो हामान को बुलाकर पूछा था कि मुझे ऐसे एक जन को प्रमोट करना है, आप बताओ क्या करूं मैं. ഹാമാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. हामान सब बोल कर देता. പാവം അറിയത്തില്ലായിരുന്നു ആർക്ക് വേണ്ടിയാന്നുള്ളത്. അവന് വേണ്ടിയാന്ന് വിചാരിച്ച് ബെസ്റ്റ് പറഞ്ഞു കൊടുത്തു. उसने सोचा कि उसके लिए है, इसके लिए बहुत बेस्ट बोल कर दिया उसने. कहने का मतलब है उनका बड़ा अच्छा दोस्ती है. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അവർ നല്ല ഫ്രണ്ട്സാ. वो मेरा कहने का मतलब ये था कि वो बहुत एक अच्छे दोस्त थे. ഇവര് രണ്ടുപേരും കഴിക്കാൻ പോയത്, ഒരുമിച്ച് കഴിക്കാനാ പോയത്. वो ये दोनों जो है साथ में मिलकर खाना खाने के लिए गए थे. കഴിപ്പ് തീർന്നതിന് മുന്നേ ഇവനെ കൊന്നു കളയാനാ. ഇവനെ ഏത് മൊർദെഖായിക്ക് വേണ്ടി എന്തവൻ ഉണ്ടാക്കി വെച്ചോ അതിനാ ഇവനെ തന്നെ കയറ്റാൻ രാജാവിന്റെ കൽപ്പന നിമിഷങ്ങൾക്കകം രാജാവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു. कुछ ही क्षण में खाना खाने खत्म होने से पहले ही राजा ने जो आज्ञा दी है, जो उसने मोर्देकाई के लिए रखा है, उसमें ही उसको चढ़ाने के लिए. हालेलुया, 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 हालेलुया. ഏത് ഹാമാനെ ഉയർത്തിയ രാജാവാണ്. हामान को उठाया जो है वो राजा थे. ആ അധികാരം തന്നെ वो ही अधिकारी जो है ഹാമാനെ കൊല്ലുവാൻ ഡിക്ലെയർ ചെയ്തു. हामान को मार डालने के लिए भी डिक्लेयर किया. ശത്രു എന്ത് തീരുമാനിച്ചോ അതിന് നേരെ വിരുദ്ധമായി ആ കാര്യങ്ങൾ നടന്നത്. शत्रु ने जैसे योजना रखा उसके ठीक खिलाफ जो है विरुद्ध हुआ है. 7:10 അങ്ങനെ നമ്മൾ വായിക്കുന്നത്. 7:10 में है. The next thing, the church will inherit a position of authority in the nation of India. आमेन. कलीसिया जो है हालेलुया अधिकार का स्थान जो है देश इस भारत देश में लेने वाला है. हालेलुया, हालेलुया, हालेलुया. നമ്മുടെ സ്വപ്നങ്ങൾ ഇതൊക്കെ ആയിരിക്കണമെന്ന്. हमारा सपना जो है ये सब होना चाहिए. അല്ല എനിക്ക് വിസ കിട്ടണം, അമേരിക്കയിൽ പോണം, എന്റെ മക്കൾ അതാവണം ഇതാവണം, അതിനെക്കാട്ടി ഉപരിയായി ദേശത്തിൽ ദൈവം എന്ത് ചെയ്യണമെന്നുള്ള നമ്മുടെ സ്വപ്നമായി മാറണം. मुझे वीसा मिलना है, मुझे अमेरिका जाना है, मेरे बच्चे को ये होना है, ये सब के बढ़कर मेरे देश में क्या होना है आपको ये विचार रखना है. हालेलुया, हालेलुया, हालेलुया. हालेलुया. യോസഫിനെ ഉയർത്തിയതുപോലെ, यूसुफ को जैसे परमेश्वर ने उठाया, എസ്തറിനെ ദൈവം ഉയർത്തിയതുപോലെ, एस्तर को जैसे परमेश्वर ने उठाया, ദാനിയേലിനെ ദൈവം ഉയർത്തിയതുപോലെ, दानियेल को जैसे परमेश्वर ने ഇവർക്കൊന്നും उठाया. വലിയ യോഗ്യതയോ അർഹതയൊന്നും ഇല്ലായിരുന്നു. इनको सभी बहुत बड़ी योग्यता कुछ नहीं പക്ഷേ थी. ദൈവം അവരെ ഉയർത്തി ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നു. आमेन. परमेश्वर ने उनको उठाकर बड़े बड़े स्थान पर लेकर നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്യും. हम प्रार्थना करेंगे तो परमेश्वर वो करेगा. ചിലപ്പോൾ നമ്മുടെ മക്കളിൽ നിന്ന് ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിക്കും. शायद हमारे बच्चों से एक को परमेश्वर खड़ा करेगा. हालेलुया, हालेलुया. ഹാമാനിൽ നിന്ന് അധികാരം എടുത്തു, हामान से जो है अधिकार लिया, അതെടുത്ത് മോർദെഖായിക്ക് കൊടുത്തു. उस अधिकार को लेकर मोर्देकाई को हालेलुया, हालेलुया. ഒരു അധികാരത്തിന്റെ സ്ഥാനത്തിലേക്ക് ദൈവസഭയെ ഭാരത സഭയിൽ കൊണ്ടുവരുവാൻ പോകുവാണ്. अधिकार के स्थान में परमेश्वर की कलीसिया को परमेश्वर लेने वाला है. അവന്റെ പ്രോപ്പർട്ടിയും പൊസഷൻസും ഒക്കെ എടുത്ത്
മോർദെഖായിക്കും കൊടുത്തു. उसका प्रॉपर्टी और उसका जो कुछ संपत्ति थी वो सब लेकर मोर्देकाई को हालेलुया. हालेलुया. ഞാൻ തീർക്കാൻ പോകുവാണ്. 8:15 8:15. यहाँ पर अगला चीज, അടുത്ത കാര്യം, ആര് ദൈവത്തിനു വേണ്ടി ദൈവജനത്തിനു വേണ്ടി നിൽക്കാൻ പോകുവാണോ, സംസാരിക്കാൻ പോകുവാണോ, പ്രവർത്തിക്കാൻ പോകുവാണോ, അവരെ ദൈവം 3 വാക്കുകൾ: ഓണർ, റിവാർഡ് एंड प्रमोशन. जो व्यक्ति परमेश्वर के लिए खड़ा होने के लिए तैयार है, बात करने के लिए तैयार है, उनको परमेश्वर 3 चीजें देगा: ऑनर, रिवॉर्ड, आदर, प्रतिफल और प्रमोशन, उन्नति. आमेन. हालेलुया. ये परमेश्वर देने जा रहा है. हालेलुया. हालेलुया. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചാൽ, अगर आप अभी प्रार्थना करोगे വ്യക്തിപരമായി, व्यक्तिगत रूप में, കുടുംബമായി, कुटुंब के रूप में, സഭയായി, सभा के रूप നിങ്ങൾ में, ഈ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ इस പോകുവാണെങ്കിൽ, देश के लिए अगर आप मध्यस्थ बनने के लिए ഈ तैयार हो പട്ടണത്തിന് तो, വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി നിങ്ങൾ നിലവിളിക്കാൻ, ഈ പട്ടണത്തിന് വേണ്ടി നിലവിളിക്കാൻ പോകുവാണെങ്കിൽ, अगर आप आपकी चीजों को हटाकर इस जो जगह के लिए प्रार्थना करने के लिए तैयार हो മറ്റുള്ളവരിൽ ഉപരിയായി सभी लोगों से बढ़कर ദൈവം നിങ്ങളെ വ്യക്തിപരമായി, परमेश्वर आपको व्यक्तिगत रूप में, കുടുംബമായി എങ്കിൽ കുടുംബമായി, अगर कुटुंब के रूप में तो कुटुंब के रूप में, സഭയാണെങ്കിൽ സഭയായി सभा है तो सभा के रूप ദൈവം में, ആദരിക്കാൻ परमेश्वर പോകുവാണ്. आपको आदर देने ദൈവം वाला है, ഉയർത്തുവാൻ परमेश्वर പോകുവാണ്. आपको उठाने वाला है, ദൈവം പ്രതിഫലം നിങ്ങൾക്ക് നൽകുവാൻ परमेश्वर आपको പോകുവാണ്. प्रतिफल देने वाला है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, मैंने कल भी कहा था, എനിക്ക് പാടാൻ വലിയ കഴിവുണ്ടായിട്ടല്ല, मुझे गीत गाने ऐसा बहुत बड़ा टैलेंट है इसके लिए नहीं. പ്രസംഗിക്കാനാണെങ്കിൽ എനിക്ക് ഒട്ടും അറിയത്തില്ല. प्रचार करने तो मुझे बिल्कुल नहीं पता, ഭാഷയുടെ ഗ്രിപ്പ് പോലും ഇല്ല മലയാളം. भाषा का मलयालम में मुझे बिल्कुल ग्रिप भी नहीं പക്ഷെ है. എന്നാലും ദൈവം രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്നു. फिर भी परमेश्वर जो है राज्य लेकर जा रहा है. ഈ ഒരു പ്രവചനത്തിന്റെ ഒരു നിവർത്തിയാണ് അതെന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ये जो भविष्यवाणी की जो पूर्तिकरण मेरे जिंदगी में हुई है. വർഷങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരു ബലിദാനി റൂപ്സെ അനേക കാര്യങ്ങൾ വിട്ട് പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ കൃപ നൽകി. मेरे जीवन में परमेश्वर ने कुछ चीजों को हटाकर मध्यस्थ बनकर प्रार्थना करने के लिए परमेश्वर ने सहायता किया. ടിവി കാണല്ലെന്ന് പറഞ്ഞു, കണ്ടില്ല. टीवी नहीं देखना है बोला तो मैंने नहीं देखा. ഉപവസിക്കാൻ പറഞ്ഞു, നാളുകൾ ഉപവസിച്ചു. उपवास करने के लिए कहा, मैंने बहुत समय उपवास लिया. ഉള്ളിൽ ഒരു പ്രേരണ നൽകി, നോൺ വെജ് കഴിക്കല്, നോൺ വെജ് छोड़ दिया. अंदर से मुझे एक प्रेरणा मिली कि जो नॉन वेज मांस जो नहीं खाना है तो मैंने वो भी അനേക छोड़ दिया. വർഷങ്ങൾ ഞാൻ ഒരു വെജിറ്റേറിയനായി ഇരുന്നു. कुरे नाल ने वेजिटेरियन, बहुत समय जो मैं वेजिटेरियन थी. വെജിറ്റേറിയൻ ഞാൻ കഴിക്കത്തേ ഇല്ല. वेजिटेरियन में बिल्कुल नहीं खाती. അത് നല്ല പ്രയോജനം ഉണ്ടായി. അതുകൊണ്ട് എന്തേലും വെജിറ്റേറിയൻ കഴിക്കാൻ തുടങ്ങി. इसके लिए मुझे कुछ अच्छा वेजिटेरियन खाना खाने मिला. എന്ന് പറഞ്ഞാൽ ഈ ഉണർവിനെ പറ്റി കേട്ടപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വില കൊടുക്കണം. ये जागृति के बारे में जब मुझे सुना तो मुझे कुछ बलिदान देना था. ഞാൻ സാധാരണ പ്രാർത്ഥനയല്ല, കർത്താവ് എന്തെങ്കിലുമൊക്കെ വിട്ട് എനിക്ക് പ്രാർത്ഥിക്കണം. एक साधारण रूप प्रार्थना नहीं, पर कुछ चीजों को छोड़कर मुझे प्रार्थना करना है. ഇഷ്ടമുള്ള ആഹാരം വിട്ടു, जो पसंदीदा जो खाना है वो मैंने छोड़ दिया. എന്റർടൈൻമെന്റ് വിട്ടു, एंटरटेनमेंट जो है वो मैंने छोड़ दिया. വർഷങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. सालों जो है परमेश्वर की उपस्थिति में बैठकर मैंने प्रार्थना किया. ഞാൻ ചിന്തിക്കുന്നേ, मैं सोच रही हूँ അതിന്റെ ഒരു പ്രതിഫലമായി उसका प्रतिफल के रूप में എനിക്ക് ഒരു യോഗ്യതയില്ലെങ്കിലും मेरे पास कोई भी योग्यता नहीं है. രാജ്യങ്ങൾ ചെന്ന് राज्यों गई मैं, ദൈവം എന്റെ ഹൃദയത്തിൽ നൽകിയ ഈ ദൂതുകൾ परमेश्वर ने ये जो वाणी मेरे हृदय के अंदर दी है ദൈവസഭയ്ക്ക് കൈമാറുവാൻ वो परमेश्वर की कलीसिया के हाथ में देने के लिए ദൈവം എനിക്ക് കൃപ നൽകി. परमेश्वर ने मुझे कृपा दिया है. ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് ഞാൻ നിന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. परमेश्वर विश्वास योग्य है, इसके लिए मैं यहाँ होकर खड़े होकर बात എനിക്ക് कर യോഗ്യത रही हूँ. ഉണ്ടായിട്ടല്ല. मुझे कोई योग्यता नहीं ദൈവം है. ഒരു കാര്യം പറഞ്ഞാൽ परमेश्वर ने अगर एक चीज कही है तो ദൈവം അത് നിവർത്തിക്കും. वो परमेश्वर पूर्तिकरण भी ഹല്ലേലൂയ. करेगा. हालेलुया. നിങ്ങൾ ഒരു വില കൊടുത്താൽ ഈ ദേശത്തിന് വേണ്ടി, अगर आपने एक बलिदान दिया है इस देश के നിങ്ങൾ लिए, പ്രാർത്ഥിച്ചാൽ, अगर आप प्रार्थना करोगे तो ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഞാൻ വർഷങ്ങൾ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. मैंने एक चीज आपसे कहना चाहती हूँ, बहुत साल तक मैं अपने बच्चों के लिए प्रार्थना नहीं कर रही थी. praying
വൈഫ് എന്നുള്ള പുസ്തകം വായിച്ചതിന് പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. एक प्रेइंग वाइफ करके किताब मैंने पढ़ा, इसके बाद मैंने अपने पति के लिए प्रार्थना करना शुरुआत അല്ലെങ്കിൽ किया. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒരു ബോझ भी नहीं है, ഒരു ഭാരവും ഇല്ല. मुझे जो है अपने बच्चों के लिए प्रार्थना करने के लिए ऐसा इंटरेस्ट भी नहीं था और एक बोझ भी नहीं था. പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ ദേശത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളൂ. जब मैं प्रार्थना करने के लिए बैठी थी तब मुझे देश के लिए प्रार्थना करना ही इच्छा അതിനുവേണ്ടി था. എത്ര കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? इसके लिए मैंने कितना चिल्लाकर रोकर मैंने प्रार्थना किया, आपको पता है? ഒരു അത്യാവശ്യം നല്ല തൊണ്ടയുണ്ടായിരുന്നു എനിക്ക്, बहुत अच्छा एक गला था मुझे, നല്ല ശബ്ദമായിരുന്നു പണ്ടൊക്കെ പാടുമ്പോ. अच्छा शब्द था जब मैं पहले सब गाती थी. ഇപ്പൊ ആൾക്കാർ എന്റെ ശബ്ദത്തെ പറ്റിയും കളിയാകും. अभी जो है वो मेरे आवाज को लेकर भी चिढ़ाते ആണുങ്ങളുടെ हैं. ശബ്ദം പോലാന്നൊക്കെ പറയും. ആണുങ്ങളുടെ പുരുഷുക ജൈസ ആവാജ്, पुरुष की जैसा आवाज है ऐसे चिढ़ाते എന്റെ हैं. യൂട്യൂബിലൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. यूट्यूब में कमेंट डाला है इसलिए मैं ये कह रही हूँ. പക്ഷെ ഇടിവിൽ നിന്ന് നിലവിളിച്ച് ശബ്ദം പോകത്തക്ക രീതിയിൽ നാളുകൾ എനിക്ക്, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിപ്പുണ്ട്, ശബ്ദമില്ലാത്ത രീതിയിൽ ഞാൻ നിലവിളിച്ച് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. चिल्लाकर रोकर जो है मेरा आवाज भी नहीं, ऐसे बचने के लिए ऐसे मैंने देश के लिए प्रार्थना किया है. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മുറിയിൽ നിന്ന് ഞങ്ങളുടെ ശബ്ദം കേട്ട് എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട്, എടി നീ ഇങ്ങനെ കരയല്ലേ, നീ ഇങ്ങനെ നിലവിളിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. मेरे प्रार्थना के कमरे से जो आवाज सुनकर मेरी मम्मी ने कहा कि तू ऐसे मत प्रार्थना മമ്മി कर. പറയും, എനിക്ക് നെഞ്ചിന് വേദന എടുക്കും നിന്റെ പ്രാർത്ഥന കേട്ടിട്ട്. वो ऐसे कहती थी कि मेरा जो हृदय में वो दर्द होता है तेरा प्रार्थना सुनकर. ഒരു അമ്മയായോണ്ട് പറഞ്ഞതാ. जो माँ है इसके लिए उन्होंने അതുപോലെ कहा. ആത്മഭാരം ദൈവം എൻ്റെ ഉള്ളിൽ നടങ്ങുവായിരുന്നു. वैसा एक आत्मा का बोझ मेरे अंदर था. ഇരുന്ന് പ്രാർത്ഥിക്കാൻ വയ്യാതെ കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. बैठकर प्रार्थना करने के लिए नहीं हुआ, इसलिए मैं लेटकर प्रार्थना की. എന്നാ ഞാൻ പ്രാർത്ഥനാ മുറിയിൽ प्रार्थना के कमरे में കിടന്ന് പ്രാർത്ഥിക്കാൻ വയ്യാതെ ഉരുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. अगर लेटकर प्रार्थना नहीं हुआ तो मैंने जो है घूमकर मैंने प्रार्थना किया है. അനേക ആത്മീക അനുഭവങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. बहुत सारे आत्मिक जो अनुभव परमेश्वर ने दिया വലിയ है. ആത്മീയ യുദ്ധങ്ങളിലേക്ക് ദൈവം എന്നെ നടത്തിയിട്ടുണ്ട്. बहुत सारे आत्मिक युद्ध में परमेश्वर ने चलाया है. ഇന്നൊക്കെ സത്യം പറഞ്ഞാൽ അതുപോലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. अभी जो है ऐसा सब नहीं हो रहा है. ഇന്ന് ദൈവം ഒരുക്കിക്കൊണ്ട് ഈ ഓടിപ്പിക്കോ, നേരത്തെ പാടിയുള്ള ദോടുങ്ക, जैसे वो गाना में गाया दौड़ूंगा, वैसे जो परमेश्वर प्रिपेयर करके भगा ഇപ്പൊ रहा ദൈവം है. ഓടിച്ചോണ്ടിരിക്കുക. अभी जो भगा रहा है, दौड़ा रहा है परमेश्वर. ഏലിയാവിനെ ആഹാരമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് 40 ദിവസം ഓടിച്ചോലെ ദൈവം ഇപ്പൊ ഓടിപ്പിക്കുക. एलिया को जैसे 40 दिन जो है खाना पानी सब देकर जैसे दौड़ाया था, वैसे സമയമില്ല പ്രിയരെ, समय नहीं है. കർത്താവ് വരാറായി. परमेश्वर का आगमन അതിനു निकट മുന്നേ है. ദൈവസഭ ഒരുങ്ങണം. उसके पहले कलिसिया जो है ഇതിൽ उसको ഇതുവരെ prepare होना. കയറാത്തവർ കയറണം. अभी तक जो नहीं चढ़े हैं उनको चढ़ना है. നമ്മൾ ഒരു നിഷ്കളങ്ക മണവാട്ടി ആയി തീരണം. एक जो इनोसेंट एक ब्राइड होना हमें जरूरी है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. അനേക സ്നേഹം തണുത്തു പോകുന്നു. बहुत जो प्यार है परमेश्वर के लिए वो ठंडा हो रही അനേകർ है. വിശ്വാസത്തെ ത്യജിക്കുന്നു. बहुत लोग है विश्वास को वो विरुद्ध कर रहे പക്ഷെ हैं. ഞാൻ വിശ്വസിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. मैं एक चीज जो है विश्वास करती हूँ. ഉറങ്ങി മയങ്ങി ഇരിക്കുന്ന ഒരു ദൈവം സഭയ്ക്ക് വേണ്ടി, ഒരു മണവാട്ടിക്ക് വേണ്ടി അല്ല കർത്താവ് മടങ്ങി വരുന്നത്. एक जो सोकर बैठने वाली एक कलीसिया नहीं तो एक जो ब्राइड के लिए परमेश्वर वापस नहीं आ रहा. ഉണർന്നിരിക്കുന്ന ഒരു സഭ, पर एक जागरूक होकर उठकर रहने वाली, അല്ലെങ്കിൽ മാലിന്യം ഇല്ലാത്ത ഒരു മണവാട്ടിയെ जिसमें कोई गंदगी नहीं है, वैसी एक जो दुल्हन കൊണ്ടുപോകുവാനാണ് നമ്മുടെ മണവാളൻ കടന്നു उसको വരുന്നത്. लेकर जाने के लिए हमारा दुल्हा आने वाला है. അതുകൊണ്ട് അന്തിമ സമയത്ത് ഇതൊക്കെ നടക്കും ഒരു സൈഡിൽ. इसके लिए ये सब चीजें जो है अंतिम दिनों में होने वाली है. പക്ഷെ ഉണർന്നിരിക്കുന്ന, पर आप जो जागृत हो, आप जो ഒരുങ്ങിയിരിക്കുന്ന जो आप प्रिपेयर होके हुए हो, മണവാട്ടിയാണ് കർത്താവ് കൊണ്ടുപോകാൻ പോകുന്നത്. वैसे एक दुल्हन को परमेश्वर लेकर जाना चाहता അതുകൊണ്ട് है. കർത്താവിന്റെ വരവിന് മുന്നേ ഞാൻ വിശ്വസിക്കുന്ന ഒരു വലിയ ഉണർവ് ദൈവസഭയിൽ, നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല പക്ഷെ ലോകമെങ്ങും ഉണ്ടാകുന്നുണ്ട്. इसलिए परमेश्वर जो है हमारे देश में ही नहीं पर कहीं जो राज्य में परमेश्वर उसका जागृति लेकर आने वाला ഹല്ലേലൂയ. है. ये एक तैयारी का समय है. ഇത് ഒരുക്കത്തിന്റെ ഒരു സമയമാണ്. ഒരുക്കത്തിന്റെ ഒരു സമയമാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് നമ്മൾ എടുക്കുന്നതിന് മുന്നേ
ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നോ അതിന്റെ ഒരു ചെറിയ ഗ്ലിംസ് നമ്മൾ അനുഭവിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. हालेलुया. परमेश्वर हमें लेने से पहले परमेश्वर के राज्य में जो कुछ होने वाला है उसका एक छोटी सी एक जो सहभागिता हो एक झलक देखकर हम जाना चाहते ആമേൻ. हैं. हालेलुया. ഹല്ലേലൂയ. 8:16 ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. 8:16 में ऐसा लिखा है, The Jews had light and gladness and joy and honor. यहूदी लोग को जो है वो आनंद था, उनको आदर था. യഹൂദിയോ के बीच में एक बड़ा ഒരു ആനന്ദമുണ്ടായി. उनके बीच में जो है बहुत ही एक बड़ी आनंद थी. ദൈവസഭ ഒരു ആനന്ദത്തിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കും. परमेश्वर के बच्चे जो है एक आनंद के समय में जाने वाले हैं. കേവൽ സത്താവ് नहीं, वो पीड़ मात्रमല്ല, ഇത് കഴിഞ്ഞ ഒരു ആനന്ദത്തിന്റെ സമയവുമുണ്ട്. इसके बाद जो है एक आनंद का समय. Hallelujah. हालेलुया. Gladness and joy and honor എല്ലാം നമ്മൾ അനുഭവിക്കാൻ പോകുന്നു. हालेलुया. आनंद और जो हर्ष है और जो प्रतिष्ठा है हम वो सब अनुभव करने वाले हैं. 8:17 ആമേൻ. ഹല്ലേലൂയ. ദൈവസഭയുടെ ഭയം ദൈവം ഈ ലോകത്തിന്റെ മേൽ ഇടാൻ പോകുവാണ്. परमेश्वर के सभा के जो एक भय जो है ये यहाँ के लोगों के ऊपर जो है परमेश्वर डालने वाला है. 9:2 എഴുതിയേക്കുന്നത് ആർക്കും അവർക്ക് വിരുദ്ധമായിട്ട് എഴുന്നേൽക്കാൻ പറ്റിയില്ല. कोई जो है एक दूसरे के विरुद्ध नहीं उठ पाए वो. हाँ, ऐसा लिखा है कोई उनका सामना ना कर सका क्योंकि उनका भय देश के सब लोगों के मन में समा गया था. हालेलुया. The date fixed for killing Jews was turned into a holiday to celebrate. जो जिस दिन को जो है वो लोग को मार डालने का जो प्लान रखा था उसी दिन वो है एक हॉलीडे एक पर्व मनाने के लिए उनको दिया. आमेन. हालेलुया. क्या परमेश्वर ദൈവം മാറിയിട്ടുണ്ടോ? परमेश्वर क्या बदला है? यीशु कल आज और सर्वदा. आमेन. हालेलुया. जो एस्तर के किताब में किया क्या वो आज कर सकता है? എസ്തർ പുസ്തകത്തിലെ ഇതുപോലെ കർത്താവ് ഇപ്പോഴും ചെയ്യാൻ തയ്യാറാണോ? ദൈവത്തിന് ചെയ്യാൻ സാധ്യമുണ്ടോ? परमेश्वर क्या कर सकता है? അതിലും ഉപരിയായി ദൈവത്തിന് उससे ചെയ്യാം. भी बढ़कर परमेश्वर कर सकता है. പക്ഷേ എപ്പം നടക്കും ഈ കാര്യങ്ങൾ? पर ये सब कब होगा? മോർദെഖായി പ്രാർത്ഥിച്ചപ്പോൾ, मोर्देकाई ने जैसे എസ്തർ പ്രാർത്ഥിച്ചപ്പോൾ, एस्तर ने जैसे ഉപവസിച്ചപ്പോൾ, उपवास जैसे उन्होंने किया. ആ കൊട്ടാരത്തിന്റെ പുറത്തുനിന്നും जब वो राजमहल के बाहर भी അകത്തുനിന്നും और अंदर भी ദേശം മുഴുവനും വിശ്വാസികൾ देश के पूरे जो यहूदी लोग യഹൂദന്മാർ പ്രാർത്ഥിച്ചതുപോലെ जैसे वो यहूदी लोग ने प्रार्थना किया, റെട്ടിലിരുന്നും ഉപവസിച്ചും जैसे उपवास करके प्रार्थना किया, നമ്മൾ പ്രാർത്ഥിച്ചാൽ वैसे जब हम प्रार्थना നമ്മുടെ करेंगे ദേശത്തിന്റെ സ്ഥിതി മാറും. हमारा देश का जो अवस्था बदलने वाली है, ദൈവസഭയുടെ സ്ഥിതി മാറും. परमेश्वर के बच्चों की कलीसिया की जो है अवस्था बदलने वाली അതിനു है. വേണ്ടി ഈ ദിവസങ്ങൾ നമുക്ക് എഴുന്നേൽക്കാം. इसके लिए हमें इस दिनों में खड़े होना है. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയം തീർന്നതുകൊണ്ട് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. समय की समाप्ति की वजह से मैं यहाँ रोकना चाहती हूँ. നമുക്കൊന്ന് സമർപ്പിക്കാം हम നമ്മളെ अपने തന്നെ. आप को समर्पण करें. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. പ്രഭു ദൈവത്തോട് പറ, ദൈവമേ, I want to be like Mordecai and Esther. परमेश्वर से ये कहिए कि मुझे मोर्देकाई और एस्तर के समान ഈ होना है. ഉണർവിൽ എനിക്കൊരു ഭാഗം വേണം. ये जागृति, ये बेदारी में मुझे एक भाग चाहिए. I want to sow something in this मुझे revival. कुछ जो है फसल बीज बोना है. ഞാൻ ഒരു കാഴ്ചക്കാരിയോ കാഴ്ചക്കാരനായി ഉണർവിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. मुझे एक दर्शक बनकर नहीं रहना है, But I want to sow something. पर मुझे कुछ बीज बोना है. എനിക്ക് വിത്ത് വിതയ്ക്കണം, ഇല്ലയോ? मुझे कुछ बीज बोना എനിക്ക് है. ഈ ഉണർവിന് വേണ്ടി ചില വിത്തുകൾ വിതയ്ക്കണം. मुझे कुछ बीज जो है इस जो जागृति के എന്റെ लिए बोना സമയം, है. ये मेरा समय, എന്റെ ആരോഗ്യം, मेरा जो आरोग्य है, എന്റെ പണം, मेरा पैसा, എന്റെ whatever I can, मेरे हाथ में जो कुछ है, എന്റെ ജീവിതം, मेरा जीवन, എനിക്ക് I want to sow मुझे वो परमेश्वर के लिए for बोझना my है. nation, എന്റെ मेरे ദേശത്തിന് देश के लिए, വേണ്ടി, എന്റെ രാഷ്ട്രത്തിന് വേണ്ടി मेरे देश के लिए ഞാൻ എഴുന്നേൽക്കും. मैं उठूंगी. എന്റെ പട്ടണത്തിന് വേണ്ടി मेरे जो देश के लिए ഞാൻ നിൽക്കും. मैं रुकूंगी. ഹല്ലേലൂയ. आमेन. അങ്ങനെ हालेलुया. സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് जो എഴുന്നേറ്റ് ऐसे നിൽക്കാം. समर्पण करना चाहते वो खड़े हो जाए. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആഗ്രഹിക്കുന്നവർ മാത്രം എഴുന്നേറ്റാൽ മതി. जो कुछ वो करना चाहते हैं वो मैं करूंगा. ऐसे लोग ही केवल खड़े हो കർത്താവേ, जाए. ഞാൻ ഒരു വില കൊടുക്കാൻ റെഡിയാണ്. मैं एक बलिदान देने के लिए तैयार हूँ. അതെന്തുമായിരിക്കോട്ടെ, वो जो कुछ होने दीजिए. അങ്ങ് എന്ത് ചോദിച്ചാലും, आप जो कुछ पूछ रहे എന്റെ हो, ജോലിയാണെങ്കിൽ ജോലി, अगर वो मेरा काम है तो काम,
എന്റെ സ്വപ്നങ്ങളാണെങ്കിൽ ആ സ്വപ്നങ്ങൾ. अगर वो मेरा सपना है तो वो भी. Yes, my ambitions and everything I'm willing to give up, oh God, as a cost. मेरे जो भी जो ambition है वो सब जो है एक बलिदान रूप में. പക്ഷേ എനിക്ക് എന്റെ ദേശത്തിന്റെയും പട്ടണത്തിന്റെയും വിടുതൽ എനിക്ക് पर मुझे കാണണം. मेरे देश की और इस राज्य की जो है छुटकारा मुझे ഞാൻ देखना है. പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ തന്നെ मैं സമർപ്പിക്കുന്നു. प्रार्थना के लिए अपने आप को ഉണർവിന് വേണ്ടി समर्पित സമർപ്പിക്കുന്നു. करती हूं. एक जो जागृति के लिए समर्पण എന്നെ ഈ करती हूं. ദിവസങ്ങൾ ഒരുക്കിയെടുക്കണമേ. इन दिनों में मुझे तैयार करके എന്നോട് लेना. വ്യക്തിപരമായി ഇടപെടണമേ. एक व्यक्तिगत रूप में मुझसे बात എന്നെ करना. എന്നോട് സംസാരിക്കണമേ. मुझसे बात करना तू. എനിക്ക് ഉറപ്പ് നൽകണമേ. मुझे जो है एक हालेलुया एक कंफर्मेशन देना. അത് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. वैसे एक प्रार्थना कीजिए. हालेलुया. प्रार्थना करें. 1 मिनट हम लेकर प्रार्थना करेंगे. मिनट हालेलुया. നമുക്ക് എടുത്ത് പ്രാർത്ഥിക്കാം. ദീരഖബാരമാനക ശന്ധഗലഗരഗരഗസ്യാനമ റീബഖബാരമാനമാനക ശബരദലദലഗസ്യാനമ അന്ധന ജനാസഖേരിയാരഗാരഗസി. Hallelujah. Glory to God. Praise be to thy name. Worship thy name, O Lord Jesus. Hallelujah. 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 Glory to God. Hallelujah. Hallelujah. Thank you, Lord. अंतिम दिनों के अभिषेक सारे लोगों के ऊपर तू भेज. कटनी का ये है समय, पवित्र आत्मा से भर दे हमें. ओ अंतिम दिनों के अभिषेक सारे लोगों के ऊपर तू भेज. कटनी का ये है समय, पवित्र आत्मा से भर दे हमें. ओ अग्नि समान उतरा, अग्नि जीप के समान ठहर जा. झोंका तूफान का लेके आ, नदी आत्मा की हम पर बहा. ओ दीपोले ഇറങ്ങണമേ, അഗ്നി നാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. सूखी हड्डियों की तरह में बड़ी सेना को चलते देखूं. ओ अधिकार की वाणी तू दे, पवित्र आत्मा में नबुवत करूं. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം അധികാരം നമ്മുടെ നാവിന്റെ മേൽ. ഹല്ലേലൂയ. ഇനി നമ്മുടെ ദേശത്തിന്റെ മേൽ, പട്ടണത്തിന്റെ മേൽ പ്രവചിക്കുവാൻ തീ പോലെ ഇറങ്ങണം. അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി കിബാരവശന്ധലേ, ആത്മനദിയായി ഒഴുകണമേ. ഓ അഗ്നി സമാൻ ഉത്തരാ, अग्नि जीप के समान ठहर जा. झोंका तूफान का लेके आ, नदी आत्मा की हम पर बहा. करमेल पर्वत की प्रार्थना में छोटे बादल को उठते देखूं. हालेलुया. ओ आहाब जैसे कबा ശത്രുക്കൾ ഹല്ലേലൂയ വിറയ്ക്കുമാർ ദൈവം ഇറങ്ങി വരട്ടെ. കർമ്മേലിൽ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ഓ ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഓ അഗ്നി സമാൻ ഉത്തരാ, अग्नि जीप के समान ठहरा. झोंका तू अपने कलीसिया के ऊपर तू बहा. बीमार शेरे दे अंधलाजना जगशबरदरदरदरदरगसियारबा रेखेरियानम शंथनादना अथना जगशबरदरदरगसि. हालेलुया. थैंक यू लॉर्ड. धन्यवाद प्रभु, धन्यवाद प्रभु. आपने जो मुझसे बोला, जो मैंने आपसे सुना और प्राप्त किया, आज इस कलीसिया को मैंने प्रभु जी पास किया है प्रभु.
मैं मांगती हूँ लॉर्ड that they will be faithful to what they are entrusted with this morning, oh God, that they will be obedient to respond, they will be available to respond, they will be faithful to respond, oh God, to the call that has come upon this congregation, this group, oh God. Hallelujah. और हर एक को अपना भाग निभाने के लिए इस जागृति में आप मदद करें। धन्यवाद, धन्यवाद प्रभु जी, धन्यवाद करते हैं इस समय के लिए, महिमा आपको देते हैं यीशु के नाम में, आमीन।